എൻ്റെ പ്ലേലിസ്റ്റിലെ റിയൽ മണി റിയൽ പീപ്പിൾ റിയൽ ടോക്ക് എന്ന വീഡിയോയുടെ ഒരു സീരീസാണ്. സോ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എൻ്റെ പേര് അനുരഞ്ജ്. ഞാനിപ്പം ട്രേഡിങ് തുടങ്ങിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു സമയത്തല്ലേ തുടങ്ങിയത്? ഞാൻ തുടങ്ങി ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതെ 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 അതെ. ICT ബിജിനാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഓൾമോസ്റ്റ് 4 years അല്ല, ഒരു കാര്യം പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ ഈ പ്ലേലിസ്റ്റിൽ ഞാൻ വേറെ ഒരാളോട് സംസാരിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള ആൾക്കാരാണ്. ഞാൻ മെൻറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവൻ അങ്ങനെയല്ല, ഹീസ് മൈ ഫ്രണ്ട്. അപ്പം ഇനി അങ്ങോട്ടേക്ക് അത് മൈൻഡ് വെച്ചിട്ട് വേണം. അല്ല, ഞാനിവൻ്റെ ട്രേഡിങ് ലൈഫിൽ കൊടുത്തേക്കുന്ന ഇൻഫ്ലുവൻസ് ഭയങ്കര കുറവാണ്. ജസ്റ്റ് ICT യൂട്യൂബ് ചാനൽ പറഞ്ഞു കൊടുത്തു, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പറഞ്ഞു. ഇപ്പം ഇവനാണ് എനിക്ക് ICT എന്ന് പറഞ്ഞ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമ്മുടെ സ്റ്റോക്സ് ചെയ്തിട്ടാണ്. ഈ കൊറോണ സമയത്ത് വലിയൊരു ഡിപ്പ് ഉണ്ടായല്ലോ. ആ സമയത്ത് എല്ലാവരും പോലെ ഷാരിഖ് ഷംസുദ്ദീൻ്റെ വീഡിയോസ് കണ്ടാണ് ഞാൻ അന്നപ്പോൾ തുടങ്ങിയത്. അപ്പം എനിക്ക് എന്താ സംഭവം എന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ എന്താ പറയുക, ജസ്റ്റ് പ്രീമിയം ഡിസ്കൗണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചാണ് ഞാൻ അന്നപ്പോൾ തുടങ്ങിയത്. അങ്ങനെ ആ സംഭവം തന്നെ നല്ല കോമഡിയാണ്. കാരണം ടാറ്റയുടെ ഷെയർ അന്ന് 77 ആയ സമയത്താണ് ഞാനത് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ ഭയങ്കര അണ്ടർ വാല്യൂഡ് ആയിരുന്നു ആ സാധനം. അപ്പോൾ അത് കയറുന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ലൈക്ക് എനിക്കൊന്നും അറിയാൻ പാടില്ല അന്ന്. അപ്പോൾ ഞാൻ ചുമ്മാ ചെയ്തതാണ്. അപ്പോൾ ഞാൻ 77 അത് മേടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതുവരെയുള്ള സൈക്കോളജിയില്ല, എൻ്റെ മൊത്തം ഫ്ലിപ്പായി. എനിക്ക് പെട്ടെന്ന് പിന്നെ ഇതെങ്ങനെയെങ്കിലും കൊടുക്കണം, ലൈക്ക് ഇത്രയും ഫണ്ട് ഇതിൽ ഇൻവെസ്റ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു ഫണ്ട് ഇറക്കിയത്. ആ സമയത്ത് അതെന്തോ 7000 രൂപയോ അങ്ങനെ എന്തോ ഉള്ളായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അതെനിക്ക് വലിയ ഫണ്ടായിരുന്നു. കാരണം അതുവരെ ഞാൻ കുഞ്ഞതല്ലേ അന്ന്, ലൈക്ക് എന്താ പറയുക, ഡിഗ്രി കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു സമയത്താണത്. അങ്ങനെ പെട്ടെന്നൊരു ഫണ്ട് ഇറക്കി. അപ്പം എനിക്കിത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തിരിച്ചെടുക്കണം, കാരണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയല്ലോ. ഷെയർസ് എൻ്റെ കയ്യിലുണ്ട് സ്റ്റിൽ, ഞാൻ അതിലത്ര ഓക്കെ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ചെറിയ ഡിപ്പൊക്കെ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഇത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതെൻ്റെ ലൈക്ക് അങ്ങനെ നോക്കി തുടങ്ങി. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പം ഞാൻ 77 മേടിച്ച സാധനം ഇത്ര 1-2 രൂപ എങ്ങനെ താഴോട്ട് പോയി. അന്നപ്പോൾ ഇത് റെഡാവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചുമ്മാ കിളി മാറാൻ തുടങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പ്രണവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ ഓക്കെ, ലൈക്ക് അന്നിപ്പം നമ്മളിങ്ങനെ നമ്മളെന്താ പറയുക, നെഗറ്റീവ് സാധനം കയറി കഴിഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുമല്ലോ. ആ ഒരു സാധനം വന്നപ്പോൾ അപ്പം ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ലൈക്ക് ബ്രേക്ക് ഈവൻ ആയാൽ കൊടുത്തോ എന്നുള്ള സാധനം പറഞ്ഞു. അപ്പോൾ എൻ്റെ മൈൻഡിലുണ്ട് ഇത് കയറും എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ ഇത് ബ്രേക്ക് ഈവൻ ആയപ്പോൾ പിന്നെ വേണ്ട, നഷ്ടം വേണ്ട എന്നുള്ള സാധനത്തിൽ ഞാൻ കൊടുത്തു. അങ്ങനെ അത് കൊടുത്തു. പിന്നെ കുറച്ച് ഓവർ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇതിൽ നഷ്ടം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക് അന്നപ്പം. അപ്പം ഞാനത് അവിടെ വിട്ടു. പിന്നെ ഞാൻ പുറത്ത് പോയി ഈ സമയത്ത് അന്നപ്പോൾ ഈ സാധനം എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. അന്നപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ ചുമ്മാ റാൻഡമായിട്ട് ഈ ചാർട്ട് എടുത്ത് നോക്കിയപ്പം ഞാൻ എവിടെയാണ് പ്രഡിക്റ്റ് ചെയ്തത് അതിൻ്റെ 10x ചാർട്ട് എടുക്കുന്നത്. എൻ്റെ കിളി പോയി വന്നപ്പോൾ ഇത്ര പൊട്ടൻ. ഞാൻ അന്ന് 7,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പം ഓൾമോസ്റ്റ് ഒരു 10x മേലെ നിൽക്കേണ്ട സാധനമാണ്. അന്നപ്പോൾ എനിക്ക് വന്നത് ഇത് കൊള്ളാലോ എന്നുള്ളത് എനിക്ക് എല്ലപ്പോഴാണ് കിട്ടിയത്. അങ്ങനെ ട്രേഡിങ്ങിലോട്ട് വരുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് ട്രേഡിങ് പറഞ്ഞ സാധനം, ഇങ്ങനെ ലൈറ്റ് ബൾബ് കത്തുമല്ലോ, ആ സാധനം അവിടെ വന്നത്. അങ്ങനെ പിന്നെ എനിക്കിത് കൂടുതൽ പഠിക്കണം എന്നായിരുന്നു. കൂടുതൽ പഠിക്കണം എന്ന് നോക്കുമ്പം അങ്ങനെ പ്രോപ്പറായിട്ടൊരു സാധനം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയില്ല. ലൈക്ക് ഞാൻ യൂട്യൂബിൽ കുറേ നോക്കി, ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള സാധനം ഒന്നും എനിക്കത്ര ഡൈജസ്റ്റ് ആയില്ല. ലൈക്ക് കാരണം അങ്ങനെ ഒരു കൺസെപ്റ്റ്, ലൈക്ക് അതിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കത് പേഴ്സണലി അത് അത്ര ഓക്കെ അല്ലായിരുന്നു. എന്താ പറയുക, ഒരു സയന്റിഫിക്കലി ഒരു എന്നെ ബാക്ക് ചെയ്യാനൊരു സ്റ്റോറി ഇല്ലായിരുന്നു അതിന്. അപ്പം ഞാൻ അതിനെ അധികം മെനക്കെട്ടില്ല. ഞാൻ ഒരുപാട് ഡൈവേർട്ട് ഒന്നും ആയിപ്പോയില്ല. ഞാൻ ജസ്റ്റ് ഇതെന്താ നോക്കാന്നല്ലാതെ ആ സമയത്ത് കറക്റ്റ് നീ ദുബായിൽ നിന്ന് വന്നിട്ട് ലൈക്ക് നീ ഈ സാധനം ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം ആ ഈവനിങ് തുടങ്ങിയ ലൈക്ക് ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു കേട്ടോ ഡിഗ്രിയിൽ. അപ്പം ഞങ്ങൾ അത്രയും ക്ലോസ് ആണ്. ആ ഒരു സാധനം വേണം ഇല്ലാത്ത. അപ്പം പിന്നെ ICT എന്ന് പറഞ്ഞ സാധനം ഇവൻ തന്നു എനിക്ക്. അപ്പം അതിൽ ഞാൻ 1-2 വീഡിയോ കണ്ടപ്പം ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക റൂഡെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അങ്ങനെ ആളുടെ സംസാരം ലൈക്ക് ഒന്ന് ഷുഗർ കോട്ട് ചെയ്യാത്തൊരു രീതിയിലുള്ള ഇതായിരുന്നു. അങ്ങനെ 1-2 വീഡിയോ കണ്ടപ്പോൾ കൊള്ളാം എന്നുള്ള സാധനം കിട്ടി. അപ്പം ഈ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എനിക്ക് ആ ബാക്ക് സ്റ്റോറി എന്നുള്ള സാധനം മറ്റേതിൽ ലാക്ക് ചെയ്യുന്നുള്ള ആ സാധനം എനിക്ക് കിട്ടി തുടങ്ങി. അങ്ങനെ ഞാൻ അവിടുന്ന് പഠിച്ചു തുടങ്ങി. ഓൾമോസ്റ്റ് ഒരു 1 year ഒക്കെ ആയപ്പോൾ എനിക്ക് ഈ സെറ്റപ്പ് എന്നുള്ള സാധനത്തിലേക്ക് ഞാൻ പയ്യെ എത്തി. പിന്നെ ആ സമയത്ത് ഞാൻ പാർട്ട് ടൈം വർക്കും ചെയ്യായിരുന്നു. അപ്പം കാനഡയിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അന്നിപ്പം ജോലിയുണ്ട്,
പിന്നെ പഠിക്കുന്നുണ്ട് കൂടെ ഇതുണ്ട്. ഇത് അതിൻ്റെ കൂടെ അങ്ങ് വന്നു. അതാ ലൈക്ക് എനിക്ക് അന്ന് ക്ലിക്കായ സാധനം. പിന്നെ ഞാനത് വിട്ടിട്ടില്ല. അങ്ങനെ പഠിച്ചു പിന്നെ മോഡലിലേക്ക് എത്തി. പിന്നെ എന്താ പറയുക, അന്നപ്പോൾ ഞാൻ അക്കൗണ്ടൊന്നും പർച്ചേസ് ചെയ്തില്ല കേട്ടോ. അവിടെ ആയതുകൊണ്ടുള്ളൊരു ഗുണം എനിക്ക് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഡോളറിൽ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഇവിടുന്ന് ഒരു ബിഗിനർ ഒരു $100 $200 സ്പെൻഡ് ചെയ്യുന്ന പോലെയല്ല ഞാൻ അവിടുന്ന് സ്പെൻഡ് ചെയ്യുന്നത്. ഞാനവിടെ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, അത്ര എമൗണ്ട് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് അത്ര വിഷയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ, കുറേ അക്കൗണ്ട് എനിക്ക് പൊട്ടിച്ച് ലൈക്ക് ഞാൻ ആ ഒരു സാധനം റിയലൈസ് ചെയ്യാൻ കുറേ എണ്ണം ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെനിക്ക് കുറേ പഠിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. കാരണം ആ ഒരു ഫിയർ ഇല്ലാണ്ട് തന്നെ എനിക്ക് മാർക്കറ്റിനെ നോക്കാമെന്നുള്ളൊരു സാധനത്തിലേക്ക് ഞാൻ അന്നപ്പോഴേ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പയ്യെ മോഡൽ ഡെവലപ്പ് ചെയ്ത് വന്നു. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജനറലി നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ആൾക്കാർ മെയിൻലി ചെയ്യുന്ന കാര്യം, ഇപ്പം ഞാനായാലും ചെയ്ത കാര്യം, ആദ്യം ഇന്ത്യൻ മാർക്കറ്റിൽ പോയി നോക്കി സംഭവം അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത, അപ്പോൾ നേരെ അടുത്ത ഫോറക്സിലേക്കാണ് പോകുന്നത്. പക്ഷെ നിന്റെ ഒരു ജേണി ഡയറക്റ്റ് ഫ്യൂച്ചേഴ്സ് ആണ്. ഫോറക്സ് എന്ന് പറയുന്ന സംഭവത്തിൽ അതൊന്ന് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ, ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞ സാധനം ലൈക്ക് ഒബ്വിയസ്ലി ഫസ്റ്റ് ഫോറക്സ് ആണ് എല്ലാവരും നോക്കുക. അതിന്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയാ, ലോ കോസ്റ്റ് ഓഫ് എൻട്രി, അതേ ഞാൻ പറയുള്ളൂ. കാരണം ചെറിയ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫോറക്സിൽ കയറാം. ഫ്യൂച്ചേഴ്സ് അങ്ങനെയല്ല. ഇപ്പം ഫ്യൂച്ചേഴ്സ് എന്താ പറയാ, കുറച്ചും കൂടി ലിബറലായി, എന്താ പറയാ, കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാം, ആ ഒരു ലെവലിലേക്ക് ആയി തുടങ്ങുന്നുണ്ട്. കാരണം അത് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അതിലേക്ക് എത്തുന്നത്. പക്ഷെ അന്നപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞുള്ളൂ, എനിക്ക് ഫണ്ട് അന്നപ്പം അത്ര ഒരു വിഷയമുള്ളതല്ലായിരുന്നു. കാരണം ലൈക്ക് ഫണ്ട് വിഷയമില്ല എന്നുള്ള എന്തെങ്കിലും കുറെ ഫണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു $10 അക്കൗണ്ട് എടുക്കുന്നതും ഒരു $50 അക്കൗണ്ട് എടുക്കുന്നതും എനിക്ക് ഓൾമോസ്റ്റ് എന്താ പറയാ നോ ബ്രെയിനർ ആയിരുന്നു അന്നപ്പം. അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈക്ക് മാർക്കറ്റിന്റെ എന്താ മാർക്കറ്റ് ഓർഡർ ഫ്ലോ എന്ന് പറയില്ലേ, ആ സാധനം അത് നോക്കുമ്പം എനിക്ക് ഫോറക്സ് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഷെയ്ഡി ആയിട്ടുള്ള ഒരു സാധനം പോലെയായിരുന്നു എനിക്ക്. കാരണം ടിപ്സ് ഒരുപാട്, അത് നമുക്ക് കുറേ അതിൽ ഇങ്ങനെ എന്താ പറയുക കട്ട് ഡൗൺ ചെയ്യാമല്ലോ സാധനം. ലൈക്ക് ഒരു ലോട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ 0.1 അങ്ങനെ അതിൽ കുറേ അങ്ങനത്തെ സാധനമുണ്ട്, ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതുണ്ട്. പ്ലസ് ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ട്, അതെല്ലാം കുറേ എണ്ണം കോറിലേറ്റഡ് ആണ്. പിന്നെ നമ്മളിപ്പം DXY നോക്കാം, അത് നോക്കാം, ഇത് നോക്കാം, അങ്ങനെ കുറേ സംഭവം ഉണ്ട് അതിൻ്റെ അകത്ത്. അതും പിന്നെ ഇത് എന്താ പറയുക, നമ്മളെ മറ്റേ സാധനം സ്പ്രെഡ് കമ്മീഷൻ ഈ സാധനങ്ങൾ. ഇത് ഇങ്ങനത്തെ ഒരു സംഭവം കേട്ട് ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ ഫുൾ ഗ്രീനറി, ഫുൾ പീസ്ഫുൾ ആ സാധനം. അങ്ങനെ പിന്നെ സ്പ്രെഡ് ആണെങ്കിൽ സ്പ്രെഡ് ഓൾമോസ്റ്റ് ഇല്ലാന്ന് തന്നെ പറയാം, തുടക്കം തൊട്ടേ അങ്ങനെ തന്നെയാണ്. അത് വന്ന് പിന്നെ എൻ്റെ മോഡലാണെങ്കിലും വൃത്തിയായിട്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മൈക്കിൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഫ്യൂച്ചേഴ്സിൽ തന്നെയാണ്. ഞാൻ 2022 മെന്റർഷിപ്പിലാണ് തുടങ്ങി. അപ്പം അത് മേ ബി അതൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. പിന്നെ അത് തുടക്കം വെരി ഫസ്റ്റ് തൊട്ടേ ഞാൻ ഫ്യൂച്ചേഴ്സിൽ തന്നെയാണ്. പിന്നെ തിരിച്ച് ഫോറക്സിലേക്ക് പോകാന്ന് പറയുന്നൊരു സാധനം എനിക്ക് പ്രാക്ടിക്കലി അത് കംഫർട്ടബിൾ അല്ല. കാരണം എന്താ പറയാ, നമ്മൾ ഓക്കെ നിൽക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് പിന്നെയും കെയോട്ടിക് ആവുക എന്ന് പറയുന്ന ആ ഒരു സാധനത്തിലേക്ക് അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ എന്താ പറയുക, എനിക്ക് അക്കൗണ്ട് പാസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് തുടക്കത്തിലേ പറ്റുമായിരുന്നു. ലൈക്ക് ഞാൻ എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് റിസ്ക് ചെയ്യാൻ എനിക്ക് വലിയ മടിയില്ലാത്ത ടൈപ്പായിരുന്നു ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം ഞാൻ കുറേ ലൈക്ക് അതൊരു നല്ല ക്യാരക്ടറാണെന്നല്ല ഞാൻ പറയുന്നത്, കാരണം നമുക്ക് പേടി വേണം. ആ ഒരു സാധനത്തിൽ ഞാൻ ഇപ്പോഴാണ് അതിലേക്ക് എത്തിയത്, ടു ബി ഓണസ്റ്റ്. അപ്പം അധികം ഫണ്ട് ഫേംസിൽ ഞാൻ ടോപ്പ് സ്റ്റെപ്പാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% കൺസിസ്റ്റൻസി റൂള്. ഇൻ അതർ വേർഡ്സ്, നമുക്ക് അക്കൗണ്ട് 2 ദിവസത്തിനുള്ളിൽ പാസ്സാക്കാം. അപ്പം അതെനിക്ക് പെട്ടെന്ന് കഴിയായിരുന്നു. ഞാൻ എൻ്റെ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും, ലൈക്ക് 2 ദിവസത്തിൽ കൂടുതൽ ഞാൻ ഒരു അക്കൗണ്ടും വെച്ചിട്ടില്ല. എനിക്ക് ഇത് പോസിബിൾ അല്ലേ? കംപ്ലീറ്റ്ലി പോസിബിൾ അല്ലേ? ഓ, അത് നോ ഡൗട്ട് അബൌട്ട്. അതെ തന്നെ. ഞാൻ ചില സമയത്ത് ഇപ്പം ഫ്യൂച്ചേഴ്സിന്റെ ഒക്കെ റിവ്യൂ പറയുന്ന ഞാൻ പറയാം, ഫോറക്സ് പോലെ അല്ല, നമുക്ക് നല്ല രീതിയിൽ ഇപ്പൊ 9 ഓപ്പൺ. അതാ ഞാൻ ഒരു കാര്യം പറഞ്ഞത്. കാരണം നമ്മൾ നാസ്ഡാക്ക് മിനിയിലൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ $1000 എന്ന് പറയുന്നത് അതിലൊരു വിഷയമുള്ള കാര്യമല്ല.
കാരണം ഇപ്പം 930 ഓപ്പണിനൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് 100-200 പോയിന്റ്സ് ഒക്കെ മൂവ് ചെയ്യാം. അപ്പം അതൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പം എന്താ പറയുക, അക്കൗണ്ട് പാസ്സാവുക പറയുന്നത് എനിക്ക് വിഷയമല്ലായിരുന്നു. പക്ഷെ പാസ്സായി കഴിഞ്ഞിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമല്ലോ. എനിക്ക് പെട്ടെന്ന് വേണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പം അവിടെയാണ് ഞാൻ ലൈക്ക് പിന്നെയാണ് എനിക്ക് സ്ട്രഗിൾ ശരിക്കും തുടങ്ങി. കാരണം അക്കൗണ്ട് പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല, ടു ബി ഓണസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു 1 വർഷം കഴിഞ്ഞ് ഒരു 1.5 വർഷമൊക്കെ ആയപ്പോൾ ഞാൻ ഫസ്റ്റ് പേ ഔട്ട് എടുത്തു. ഫസ്റ്റ് പേ ഔട്ട് എടുത്തു. അത് കഴിഞ്ഞപ്പം ടോപ്പ് സ്റ്റെപ്പിലായിരുന്നു. ടോപ്പ് സ്റ്റെപ്പിലാണ് ഞാൻ ഫസ്റ്റ് പേ ഔട്ട് എടുത്തത്. അത് ഞാൻ എടുത്ത് അന്നപ്പോൾ നിങ്ങൾ സൈക്കോളജിക്കലി ഞാൻ ഭയങ്കര കെയോട്ടിക് ആയിരുന്നു. കാരണം എൻ്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അക്കൗണ്ട് പാസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മോഡൽ എന്നുള്ള സാധനമായിരുന്നു. അപ്പം ഈ പേ ഔട്ട് എടുത്തപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് കുറച്ച് ടൈം കിട്ടി. എന്താ പറയുക, ടു ലുക്ക് ബാക്ക് എന്ന് പറയുന്ന പോലെ എനിക്ക് കുറച്ച് സമയം കിട്ടി. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ പറയുക, ഇത് പെട്ടെന്നൊരു ഒരു ഗാംബ്ലസ് മൈൻഡ് സെറ്റിലായിരുന്നു ഞാനതപ്പം. എങ്ങനെയെങ്കിലും പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പം ഈ സാധനം ഇതിൽ വർക്ക് ആവില്ല. കാരണം ശരിയാണ്, നമുക്ക് 1-2 പേ ഔട്ട് എടുക്കാം, ബട്ട് അതല്ല നമുക്ക് ലോങ് ടേം ആയിട്ട് വേണ്ട. ലോങ് ടേം ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസസിനെയും നമുക്ക് വിന്നിങ് ഡേയ്സ് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റണം. അതായത് അതിനൊരു ഇമോഷൻ കൊടുക്കാതെ കാണാൻ പറ്റണം, അതിലാണ് കാര്യം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺസ് ഓർ ട്വൈസ് എപ്പോഴെങ്കിലും നമുക്കൊരു ബിഗ് വിന്നിങ് ഡേ ഉണ്ടായിട്ട് അതിൽ നമ്മൾ വലിയ ഇത് കാണിക്കുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക, ഞാൻ 4 days ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിട്ട് 5th day ഞാൻ മൊത്തം ബ്ലോ അപ്പ് ചെയ്യും. അങ്ങനത്തെ ഡേയ്സ് ഒക്കെ അതൊക്കെ വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അതൊക്കെ എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ പിന്നെ ഒരാഴ്ചത്തേക്ക് കിളി പോയ പോലെ എന്താ ഉണ്ടായേ അങ്ങനെ. പിന്നെ ഞാൻ എന്താ പറയുക, പിന്നെ റേദർ ദാൻ മേക്കിംഗ് മണി ഞാൻ മോഡലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അത് ഞാൻ ICT വീഡിയോസ് ഞാൻ വീണ്ടും കുറെ കാണാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ഞാൻ ചോദിച്ചോട്ടെ, ICTയുടെ ചാനലിൽ വാച്ച് ചെയ്ത കണ്ടന്റ്സ് ഏതൊക്കെയാ? അത് പ്രീസൈസ്ഡ് ആയിട്ട് പറയണ്ട, പലതും കണ്ടിട്ടുണ്ട്. ഞാൻ 2022 മെന്റർഷിപ്പിലാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഒരാൾക്ക് വേണ്ട സാധനം അതിനകത്ത്. പിന്നെ ഈ സെയിം സാധനത്തിന്റെ തന്നെ ഒരു എന്താ പറയാ, വേറെ വേറെ പെയിന്റ് അടിച്ച സാധനമാണ് ഇങ്ങനെ വേറെ വേറെ മോഡൽസ്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറയാൻ. ബേസിക്കലി ICT എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ അതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, എന്നിട്ട് റിവേഴ്സൽ, ഇത്രേ ഉള്ളൂ. അപ്പം ഇത് പല രീതിയിൽ പക്ഷേ അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴും നമ്മള് മാർക്കറ്റിൽ ഇരുന്ന് കാണുന്ന ഒരു സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിപ്പം ഈ സെയിം സാധനം ഒരു 100 പേരെ ഇരുത്തി പഠിപ്പിച്ച് 100 പേര് 100% പഠിച്ചെന്ന് വെച്ചു, ഈ 100 പേരുണ്ടാക്കുന്ന മോഡൽ 100 രീതിയിലായിരിക്കും. അതാണ് അതിന്റെ ബ്യൂട്ടി. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഇപ്പൊ ഞാനും ബിജുനും നമ്മൾ ഇന്നലെ ട്രേഡ് ചെയ്തു. ഓൾമോസ്റ്റ് ഞങ്ങളെ അനാലിസിസ് ഡിഫറെന്റാ. കാരണം എൻറ്റയർലി ഡിഫറെന്റാ അല്ലേ നമ്മൾ ഇന്നലെ ചെയ്തത്. പക്ഷെ നമ്മൾ എത്തിച്ചേരുന്ന സാധനം സിമിലറാണ്. സെയിം ആയിരുന്നു. എൻട്രി കാര്യത്തിലാണ് നമ്മൾ ചെറിയ ഡിഫറൻസ് വന്നത്, എൻട്രി ക്രൈറ്റീരിയാസിൽ. ബട്ട് സെയിം ട്രേഡ് ആയിരുന്നു. അതാണ് അതിന്റെ ഒരു ഇത്. സെയിം ഡയറക്ഷൻ, എല്ലാം മാർക്കറ്റിലും എല്ലാം കറക്റ്റ്, എവിടെ വരെ പോകും എല്ലാ കാര്യങ്ങളും. പക്ഷേ എൻട്രി നമ്മൾ മാർക്കറ്റിനെ കാണുന്ന രീതി ടോട്ടലി ഡിഫറെന്റ് ആണ് ആക്ച്വലി. അപ്പം സത്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളത് പറയേണ്ട കാര്യമാണ്. അത് ഒബ്വിയസ്ലി പറയേണ്ടതാണ്. അതായത് ഇപ്പം ഞാനിപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ എനിക്കിപ്പോൾ എന്താ പറയുക, ടെക്നിക്കൽസ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു 2080 എന്നുള്ള സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് എപ്പോഴും ഒരു ട്രേഡർ ലൈഫിൽ അങ്ങനെ ആയിരിക്കില്ല. അതായത് ഇപ്പം തുടക്കം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ടെക്നിക്കൽസ് ആണ് മാക്സിമം അതിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി എന്നുള്ള സാധനം കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ടെക്നിക്കൽസ് അറിയുന്ന സാധനം കുറഞ്ഞു വരും. അവിടെ സൈക്കോളജി കയറി വരും. അതായത് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് കൂടി വരും. അപ്പോൾ ഇപ്പം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മോഡലും എൻ്റെ എൻട്രി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ജസ്റ്റ് എനിക്കിപ്പോൾ ചാർട്ടിലൊന്നും വരച്ചില്ലെങ്കിൽ പോലും എനിക്ക് എൻ്റെ നേക്കഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ടെക്നിക്കലി ഞാൻ എത്തി. കാരണം ഞാൻ 4 വർഷം ഇതിലിരിക്കുന്നു. അപ്പം അതിൻ്റെതാണത്. ഇപ്പം എനിക്ക് കറൻ്റ്ലി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ്, എൻ്റെ സൈക്കോളജി എനിക്ക് ഓക്കെ ആക്കാനുള്ള സാധനങ്ങളാണ് എനിക്ക് വേണ്ടത്. അപ്പം ഒബ്വിയസ്ലി ഒരു ട്രേഡർ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് എന്താ പറയുക ചെയ്യുന്നതിലും നല്ലത് എന്താ പറയുക ഒരേ ഇൽനെസ് ഉള്ള ആൾക്കാരെ കൂടി ആ സാധനമാണ് ഈ ഒരു സ്റ്റേജിൽ എനിക്ക് അതാണ് ആവശ്യം.
ഞങ്ങൾ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ ജസ്റ്റ് മുഖത്തോട് മുഖം നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളത് പക്ഷെ അത് ഒരു റൂമിൽ ഇരുന്ന് ചെയ്യാൻ നമ്മൾ പാരനോയിഡാവും. നമ്മൾ ചുമ്മാ ഓവർട്രേഡ് ചെയ്യാൻ തുടങ്ങും. അവിടെ കുറെ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പം ആ ഒരു സാധനം കട്ട് ഡൗൺ ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു സർക്കിൾ, അല്ലെങ്കിൽ ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരുള്ള ഒരു സർക്കിൾ. ആ സാധനത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വീണ്ടും തെറ്റ് ചെയ്യാൻ തോന്നില്ല എന്നാണ് ഞാൻ പറയും. ഇപ്പം ഞാനും ബിജിനും ഇപ്പം ഈ ഒരു സാധനത്തിലേക്ക് മൂവ് ചെയ്തിട്ട് ഇപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആയതേ ഉള്ളൂ. ഈ ഒരു മൂവ്മെന്റ് വരെ ഞങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് മാത്രം വേറൊരു സംഭവത്തെ പറ്റി സംസാരിച്ചിട്ടില്ല. മേക്കിംഗ് മണി, ട്രേഡിങ്, പൈസ ഉണ്ടാക്കുക, ജിമ്മിൽ പോകുന്ന കാര്യം, ഡയറ്റ്, ഈ സംഭവങ്ങളെ പറ്റി സംസാരിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് നമ്മുടെ എൻട്രി മോഡൽ ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ള സാധനം. അപ്പൊ അവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. ലൈക്ക് എന്താ പറയാ, ഈവൻ നേരത്തെ എൻ്റർ ചെയ്തു, ഞാൻ എൻ്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഇന്നലെ നടന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്ത സാധനം ഇന്നലെ വന്നിട്ടില്ല ആക്ച്വലി മാർക്കറ്റിൽ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ഞാനത് എന്താ പറയുക, ഞാൻ ഇന്നലെ ട്രേഡ് എടുക്കില്ല ഓർ ലൈക്ക് സൈക്കോളജിയിൽ ഇപ്പോൾ ഫക്ഡപ്പ് ആവുന്നില്ല, ലൈക്ക് എന്താ പറയുക, കുറേ ഓവർ ട്രേഡ് ചെയ്യാന്നുള്ള ഒരു സാധനത്തിലേക്ക് എത്താം. അപ്പം പക്ഷേ ഇന്നലെ ഞാൻ ആ ഒരു എൻട്രി എടുത്തത് എന്ന് പറയുന്നത് ഇവൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അപ്പം ആ ഒരു സാധനം നമ്മൾ ഇന്നലെ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ എൻട്രി എടുക്കുന്ന ആ സമയത്ത് എന്റെ TP അടിച്ചിട്ടാ നീ എൻട്രി എടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് അത്രയും എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റി. ബട്ട് സ്റ്റിൽ ഞാൻ ആ എൻട്രി എടുത്തത് നീ ആ സാധനം എടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഫോമോ പോലത്തെ ഒരു സാധനം വന്നത് കൊണ്ടാണ് ഞാൻ എത്തിയത്. അപ്പം അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴും ഉണ്ടാകും. ബട്ട് സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ തലയിൽ തന്നെയാണ്. ലൈക്ക് ഈ ഡൗട്ട്സ് ആണെങ്കിലും ചോദ്യമാണെങ്കിലും ലൈക്ക് നമ്മളോട് മാത്രമേ ട്രേഡിംഗ് എന്നുള്ള സാധനം സംസാരിക്കുന്നുള്ളൂ. അതൊരു ഗ്രോത്ത് ഉള്ളൊരു സാധനമല്ല. മറിച്ച് നമ്മളിപ്പം ഇതുവരെയുള്ള നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മേക്കിംഗ് മണി, ട്രേഡിങ്, ഇതെങ്ങനെ സ്കെയിൽ ചെയ്യാം, ഇത് ഏത് ഫണ്ടഡ് അക്കൗണ്ടാണ് നല്ലത്, അങ്ങോട്ടാണ്, ലൈക്ക് നമ്മൾ ഒബ്വിയസ്ലി ഇതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പം എന്താ പറയുക, നമുക്ക് നേച്ചർ ചെയ്യാന്ന് പറയില്ലേ നമ്മുടെ ട്രേഡറിനെ. അപ്പം ഈ സാധനമാണ് നമുക്ക് വേണ്ടത്. ഒബ്വിയസ്ലി ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ലൈക്ക് എന്താ പറയുക, ട്രേഡിംഗ് എന്നുള്ളത് കൊണ്ട് എൻ്റെ സൈക്കോളജി ഫിക്സ് ചെയ്യാന്നുള്ള സാധനത്തിനാണ് ഞാൻ മെയിൻലി ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും. കാരണം ഒബ്വിയസ്ലി നിനക്കെന്ന് പറയുമ്പോൾ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞാനും പഠിപ്പിച്ചിട്ടില്ല. ലൈക്ക് ഞാൻ ഈ സെയിം പാർട്ടി കൂടെ ആരെ കൊണ്ടുപോയിട്ടുണ്ട്. ലൈക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ, ഞാൻ കണ്ടതിനെക്കാട്ടും കൂടുതൽ ട്രേഡേഴ്സിനെ നീ കണ്ടിട്ടുണ്ടോ? അപ്പം എന്താ പറയാ, അവർ എനിക്കുള്ള പല ഡ്രോബാക്സും നീ അവരിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അതിൽ ഡീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം എനിക്കതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എനിക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സെയിം സാധനമാണ് നമ്മൾ ചെയ്യണത്. അപ്പം എന്താ പറയാ, മേ ബി നീ കോംപ്ലിക്കേറ്റഡ് ആയി കാണുന്ന സാധനം ഞാൻ സിമ്പിൾ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇന്നലെ നമ്മൾ ആ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ലൈക്ക് നിനക്ക് ആ 6K പോവാന്ന് പറയുന്നത് ഓക്കെ അല്ലേ, അപ്പൊ എന്തുകൊണ്ട് നീ അത് ഇങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ നീ അതിൽ ഓക്കെ, അത്രേ ഉള്ളൂ. അത് നീ ഒറ്റയ്ക്കാണെങ്കിൽ നീ അങ്ങനെ ചിന്തിക്കത്തില്ല. ശരിയാണ്. അപ്പം അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അത് നല്ലൊരു ഫാക്ടറാണ്. പിന്നെ എന്താ പറയാ, ഒരു കമ്മ്യൂണിറ്റി, ഇതിപ്പോ നമ്മൾ പറഞ്ഞു കാര്യം തന്നെ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ചോദിക്കാം, ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലൈക്ക് കുറെ എന്താ ഒരു ഭയങ്കര ഒരു ഹൊറിബിൾ ആയിരിക്കും. അതായത് കുറെ തോട്ട്സ്, നമ്മൾ ചലഞ്ച് പാസ്സാക്കുക, വിഡ്രോ, ആ ഒരു നമുക്കൊരു സംഭവം ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക അങ്ങനെ. പക്ഷെ ഒരു ഹാവിങ് ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും ആക്ച്വലി? ഈ സെയിം സംഭവം തന്നെയല്ലേ, ഇങ്ങോട്ടേക്ക് വന്നതിന്റെ തോട്ട് തന്നെയല്ലേ അതിനുള്ളിൽ പറഞ്ഞു. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പം ട്രേഡിംഗ് തന്നെ എടുക്കണ്ട. ഒരു കാര്യം പറയട്ടെ, കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഞാൻ പറയുന്നത് ഒരിക്കലും പബ്ലിക് കമ്മ്യൂണിറ്റിയെ പറ്റിയല്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ സെറ്റപ്പ് ട്രേഡ് ചെയ്യുന്ന ഒരേ മൈൻഡ് സെറ്റ് ഉള്ള കുറച്ച് ആൾക്കാർ ഒരുമിച്ചിരിക്കുന്നതിനാണ് കമ്മ്യൂണിറ്റി. അറ്റ്ലീസ്റ്റ് ലൈഫിൽ ട്രേഡിംഗ് എന്നുള്ള സാധനമുള്ള ആൾക്കാർ ഒരുമിച്ചിരിക്കുക. സിമ്പിൾ ആയിട്ട് പറയാം. ഇതിപ്പം ട്രേഡിംഗ് നിങ്ങളാക്കണ്ട. നിങ്ങളിപ്പം സ്പോർട്സ് എടുക്കാം. ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരാന്ന് വിചാരിച്ചോ, ഫുട്ബോൾ പ്ലേയേഴ്സ് ആണെങ്കിൽ ഇതിലിപ്പം ഒരു ഫുട്ബോൾ പ്ലെയറും ബാക്കി മൊത്തം എന്താ പറയാ വേറെ എന്തെങ്കിലും വല്ല 9-5 ജോലിക്ക് പോകുന്ന ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ ഫുട്ബോൾ പ്ലെയറിന് അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം ഇവൻ കാണുന്നതും ഇവൻ കേൾക്കുന്നതും ഈ 9-5-േഴ്സിനെയാണ്. നേരെ മറിച്ച് ഈ സെയിം ആളെ നമ്മളൊരു മൊത്തം ഫുട്ബോളേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ
ഇവരെ ലോകം തന്നെ ഇതാ. ആ. അപ്പം obviously അവരെങ്ങനെ ഇവൻ എത്രയും grow പെട്ടെന്ന് അവിടെ ചെയ്യാൻ- grow ചെയ്യാൻ, അതെ, ഒരുമിച്ച് grow അവിടെയാണ് ചെയ്യാനായിട്ട് അവന്റെ സ്ഥലം അവിടെയാണ്. അതെ, അപ്പൊ ആ സാധനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിലാണ് കാര്യം. അതാണ് ഒരു കമ്മ്യൂണിറ്റിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്താണ്, അവരുടെ എങ്ങനെയാണ്, mindset അവരുടെ ലും സംസാരം എങ്ങനെയാണ്, അവര് എങ്ങനത്തെ രീതി ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പൊ നമ്മൾ എന്ന് പറയുന്നത് ഫുൾ ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ടൈം ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്നതല്ല, നമ്മൾ അങ്ങോട്ട് എത്തിപ്പെട്ട ആൾക്കാരാണ്. അതന്നെ. അപ്പം നേരെ മറിച്ച് ഇതിനെന്താ പറയുക, സൈഡായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും ലൈഫിൽ. അപ്പം അങ്ങനത്തെ ഒരു സാധനത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത് നമുക്ക് ഊഹിക്കാം. അത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിങ് സിമ്പിൾ ആണോ ഹാർഡ് ആണോ? നിന്റെ പെർസ്പെക്റ്റീവ് മാത്രം പറഞ്ഞാൽ മതി, ട്രേഡിങ് ജനറലൈസ് ചെയ്യണ്ട, നിന്റെ പെർസ്പെക്റ്റീവ്. ട്രേഡിങ് നമ്മൾ എങ്ങനെ കാണുന്നില്ല. നമ്മളിപ്പോൾ ടെക്നിക്കൽസ് മാത്രം നോക്കിയിട്ട് ട്രേഡിങ് ലൈക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ഞാൻ മാർക്കറ്റിൽ, അതായത് ഞാൻ ന്യൂയോർക്ക് ടൈം ആട്ടോ പറയുന്നത്, 9 മണിയാകുമ്പോൾ ഞാൻ മാർക്കറ്റിൽ വരും. 9:30 മാർക്കറ്റ് ഓപ്പൺ. അപ്പം മാക്സിമം ഒരു 10-15 ഉള്ളിൽ എൻ്റെ ട്രേഡ് കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു മണിക്കൂർ 1.5 മണിക്കൂറേ ഞാൻ മാക്സിമം ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുള്ളൂ. അതിൽ എന്താ പറയുക, എൻ്റെ സാധനം അതിൽ ഹിറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരാൾ നോക്കുകയാണെങ്കിൽ ചിലപ്പം ഈ സാധനം ഞാൻ ഇത്രേ മാക്സിമം ആയിട്ടാട്ടോ പറഞ്ഞത്, ചിലപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാർക്കറ്റിൽ ഇരിക്കുന്നുണ്ടാവും ടോട്ടലി. അങ്ങനെ നമ്മൾ നോക്കുമ്പം ഇത്രയും അവൻ ചെയ്യുന്നുണ്ടോ, അപ്പോൾ ട്രേഡിങ് സിമ്പിൾ ആണെന്നുള്ളൊരു സാധനം ഉണ്ടാവും. പിന്നെ ടെക്നിക്കൽസ് മാത്രം നമ്മൾ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കറണ്ട് സ്റ്റേറ്റിൽ എനിക്ക് വേണമെങ്കിൽ ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന സാധനം ടെക്നിക്കൽസ് എനിക്കിപ്പം ഒരു 1 വീക്ക് 2 വീക്സിൻ്റെ ഉള്ളിൽ എനിക്ക് അയാൾക്ക് പക്കയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഞാൻ എങ്ങനെയാണോ കാണുന്നത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പോലും എന്താ പറയുക, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നു എന്നുള്ള സാധനം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അയാൾക്ക്. പിന്നെ ഉള്ളത് സൈക്കോളജിയാണ്. അത് ഇറ്റ്സ് നോട്ട് ഈസി, അത് ഈസി അല്ല. കാരണം വാട്ട് യു തിങ്ക് അബൌട്ട് എ പേഴ്സൺ ഹു ഡോണ്ട് ഫോളോ എനി ലൈഫ് റൂട്ടീൻ ഓർ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ഫോളോ അപ്പ് ചെയ്യാത്ത ഒരാളും ക്ലിയർ ആയിട്ട് രാവിലെ എണീറ്റ് കറക്റ്റ് ഡിസിപ്ലിൻ ഔട്ട്സൈഡ് ചാർട്ട് ഞാൻ പറയുന്നത്, ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്, ജിമ്മിൽ പോയില്ലെങ്കിലും വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും രാവിലെ അടിക്കുന്നു, ബുക്ക് വായിക്കുന്നു, വാട്ട് എവർ ഒരു റുട്ടീൻ ഉള്ള ഒരാളും ഒരു നോർമൽ ഫുൾ അൺഡിസിപ്ലിൻഡ് ആണ് ജസ്റ്റ് 9:30 ഓപ്പൺ മാർക്കറ്റിലോട്ട് വരുന്ന ഒരു ട്രേഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? അത് രണ്ടും രണ്ടാ, ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. കാരണം അത് എൻ്റെ ലൈഫ് വെച്ച് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇതുവരെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഫസ്റ്റ് പറഞ്ഞ സാധനമായിരുന്നു. അതായത് ട്രേഡ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ലൈഫ് ഞാനൊരു ഓർഡറിലാക്കിയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്തുകൊണ്ട് എനിക്ക് എന്താ പറയുക ഒരു സ്മൂത്ത് സാധനത്തിലേക്ക് പോകുന്നില്ല എന്ന് ആലോചിച്ചപ്പോൾ ട്രേഡിങ് വൈസ് എനിക്കിനൊന്നും ചെയ്യാനില്ല. കാരണം ടെക്നിക്കൽ വൈസ് ഒക്കെ എൻ്റെ പക്ക മോഡലാണ്. അപ്പം എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് എന്താ പറയുക അതൊരു ഈ ഒരു ജേണി സ്മൂത്ത് ആവുന്നില്ലെന്ന് ആലോചിച്ചപ്പം ഒബ്വിയസ്ലി അവിടെ റീസൺ എന്ന് പറയുന്നത് ഞാനാണ്. അപ്പം ഈ ട്രേഡിംഗ് എന്നുള്ള സാധനം ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള സാധനം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിൻഡ് അല്ല, നമ്മൾ ഓർഗനൈസ്ഡ് അല്ല, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ സാധനം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി നമ്മൾ പോലും അറിയാതെ നമ്മളെ സൈക്കോളജി അത് എഫക്റ്റ് ചെയ്യും. അപ്പം ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു മാർക്കറ്റിൽ കയറി ചിലപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഈ മൂവ്മെന്റ് കണ്ടിരിക്കാൻ നമുക്ക് തീരെ മൂടുണ്ടാവില്ല. അപ്പം എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാന്നുള്ളൊരു സാധനമായിരിക്കും നമുക്ക് ഹെക്ടിക്കായിട്ട് തോന്നും. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം സെറ്റപ്പ് പോകുന്നതിൻ്റെ മുന്നേ തന്നെ എൻട്രി എടുക്കും, അത് ലോസ് ആവും. പിന്നെ സൈക്കിൾ തുടങ്ങിയല്ലോ, ലോസ് ആയപ്പം പിന്നെ അത് തിരിച്ച് വേണം, കൂടുതൽ റിസ്ക് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ പുറകെ പോയി അക്കൗണ്ട് ലോസ് ആകുമ്പോൾ വാട്ട് ദ ഫക്ക് ഡിഡ് ഐ ഡു എന്നുള്ള സാധനം എന്തിനാ ഞാനത് ചെയ്തത്, ഇത് ചെയ്യില്ല എന്നുള്ള ഉറപ്പിലല്ല ഞാൻ ഈ അക്കൗണ്ട് എടുത്തത്. പിന്നെ ഈ സാധനം പിന്നെ ഈ നെഗറ്റീവ് സ്പൈറൽ തുടങ്ങി. ചുമ്മാ സെൽഫ് ഡൗട്ട് വരും, അത് വരും, ഇത് വരും, ആ ഒരു സാധനം വരുമല്ലോ. അപ്പൊ ആ ഒരു സാധനം ഒഴിവാക്കാനും കൂടിയാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായോ? അതും നമ്മളെ ഇവിടെ എഫക്ട് ചെയ്യും. കാരണം ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒബ്വിയസ്ലി നമുക്ക് അവിടെ വേണ്ട ഇറ്റ്സ് ഓക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന സാധനമല്ല. ലൈക്ക് നമുക്ക് റിയാലിറ്റി എന്താന്നുള്ള സാധനം നമുക്ക് മനസ്സിലാക്കാൻ, ലൈക്ക് ഇതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താ പറയുക, നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു ട്രേഡറെ സംബന്ധിച്ചിട്ട് അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു നോൺ ട്രേഡർ എന്ന് പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവില്ല. കാരണം നമ്മളിപ്പം ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, പക്ഷേ അത് നമ്മുടെ ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് ട്രേഡിനൊക്കെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും. ചെറിയ ചെറിയ സാധനങ്ങൾ. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതേപോലെ ഇപ്പോൾ ഫോമോ വരാനും അല്ലെങ്കിൽ എന്താ പറയുക അതിനൊക്കെ
നമ്മുടെ ലൈഫിന് ഡേ ടു ഡേ ലൈഫിന് നല്ല ഇതുണ്ട്. നമ്മളിപ്പം ഞാൻ ഈ സാധനം ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാരണം ഇത് എഫക്റ്റ് ലൈക്ക് എന്താ പറയുക, എനിക്കിത് സ്മൂത്തായിട്ട് പോകുന്നില്ല എന്നുള്ളത് കണ്ടപ്പം ഞാൻ ലൈഫിനെ ഫുൾ എന്താ പറയുക ഓർഗനൈസ്ഡ് ആക്കാൻ നോക്കി. അപ്പം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ തുടക്കം തൊട്ട് ഞാൻ കിടന്നുറങ്ങുന്ന വരെയുള്ള സാധനം ചാർട്ട് ചെയ്ത് എന്താ പറയുക ഇമോഷൻ എന്നുള്ള സാധനത്തിനെ മാറ്റി വെക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ മാക്സിമം ഞാൻ ഒഴിവാക്കുന്ന പോലെ ആ സാധനം തന്നെ ഫോളോ ചെയ്ത് പോകുമ്പം ഞാൻ ഭയങ്കര കാമാണ് ചെയ്യുമ്പോൾ. ട്രേഡിങ് എന്ന സാധനത്തിൽ അതായത് ട്രേഡിങ് ഞാൻ എന്താ പറയുക ആ ദിവസം ഞാൻ ജയിച്ചോ തോറ്റോ എന്നുള്ളതിലുപരി എന്താ പറയുക ആ ലൈഫിൽ ഞാൻ എന്താ പറയുക ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പം റീഡിങ് ആണെങ്കിലും റണ്ണിങ്, ഇതൊക്കെ ഞാൻ ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ്. റണ്ണിങ് എന്നുള്ള സാധനമാണെങ്കിലും പിന്നെ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സാധനമാണെങ്കിലും ഇതൊക്കെ ഞാൻ ചെയ്തോ എന്നുള്ള സാധനം കൂടെ ടിക്ക് ചെയ്യുമ്പോൾ ട്രേഡിങ് എന്നുള്ള അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് അതുവരെ എൻ്റെ ലൈഫിൽ ഹോൾ തിങ് എല്ലാം ട്രേഡിങ്ങിലായിരുന്നു. എല്ലാം ട്രേഡിങ് എന്നുള്ള സാധനമായിരുന്നു. അത് ഞാൻ മാറ്റി ട്രേഡിങ് എന്നുള്ളത് എന്താ പറയുക ഈ കാര്യങ്ങളിലൊക്കെ ഒരു കാര്യം മാത്രമായി ഇൻക്ലൂഡ് ആയി പോകുന്നത്. അതായത് അപ്പൊ എന്നെ അത് വല്ലാണ്ട് എഫക്ട് ചെയ്യാത്ത രീതിയിലായി. ലൈക്ക് SL ആണെങ്കിൽ എനിക്ക് എണീറ്റ് വരാൻ പറ്റി. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇത് ലൈഫിനെ മൊത്തം ഇതിനെ ചുറ്റും ആക്കരുത്. ലൈഫിലുള്ളൊരു ഭാഗം മാത്രം ആക്കാൻ പറ്റണം ട്രേഡിങ്. അതൊരു ഹാർഡായിട്ടുള്ള റിയലൈസേഷനാണ്. കാരണം അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അത് എല്ലാവർക്കും പറ്റത്തില്ല. അതാണ് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ഇൻ ദ ബിഗിനിങ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു തോട്ട് വരും. അതായത് ഇപ്പം അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് ആർക്കും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കൊള്ളാൻ പറ്റത്തില്ല എന്നുള്ളത്. പറ്റും, പോസിബിൾ. അതിപ്പോ ഞാനും ബിജിനും സെയിം അല്ലല്ലോ. ഞങ്ങളുടെ മെന്റൽ കപ്പാസിറ്റി സെയിം അല്ല, ഒന്നും ഞങ്ങളുടെ സെയിം അല്ല. ഇറ്റ് ഈസ് ഡിഫറെന്റ് ആക്ച്വലി. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ വേണ്ട സാധനം വേണം. അതിപ്പം നമ്മളിപ്പോൾ ഒരു ജനിച്ചു വീഴുന്ന ഒരു കൊച്ചിൻ്റെ IQ അല്ല ഒരു +2 പഠിക്കുന്ന ഒരു ചെറുക്കൻ്റെ IQ. കാര്യം അത് സാഹചര്യങ്ങൾ വളർന്നു വരുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റ് ഇതിനനുസരിച്ച് അവരുടെ IQ ഡിഫറെൻ്റ് ആവും. അതേപോലെ ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരാൾ കുറേ കയോസ് ഉണ്ട്, കുറേ ഭയങ്കര ഏറ്റവും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഫീൽഡാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. എന്ത് കാണണം, എന്ത് പഠിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പം അവിടെ നമുക്കിപ്പോൾ എല്ലാം ഓൾറെഡി ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ട് ഉള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ടൈം കുറേ സേവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആളില്ലേ, ഈ സെയിം ആളെ തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. അത്രേ ഉള്ളത്. നമ്മൾ ഈ പറയുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒന്നെങ്കിൽ ആള് ബിഗിനർ അല്ലായിരിക്കും ഉറപ്പായിട്ടും. കാര്യം ഇഫ് ഹീസ് എ ബിഗിനർ ഹി വിൽ മേക്ക് മിസ്റ്റേക്ക്. അല്ലെങ്കിൽ അൾട്രാ പ്രോ ആയിരിക്കും. അല്ലെങ്കിൽ അയാളുടെ ഇമോഷനുമായിട്ട് അയാള് ലൈഫിൽ കോമ്പറ്റീറ്റ് ചെയ്യുന്നതിന്റെ അളവ് ആള് പക്കയായിട്ട്. ഇതിന്റെ ഇടയിൽ ഈ മിഡിൽ കിടക്കുന്ന സാധനമാണ് നമ്മളെ ഗ്രോ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ശരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിംഗിൾ മൈൻഡ്, അതായത് ഇപ്പം പ്രോഫിറ്റ് തുടക്കത്തിലെ വന്ന് പ്രോഫിറ്റുകളാവുന്ന ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നവർ, അത് സത്യം പറഞ്ഞ ഒരു 1,00,000 പേരെ എടുത്ത് അതിനകത്ത് 2-3 പേരെ കണ്ടാലായി എന്നുള്ളതാണ്. കാരണം ഞാനത് ചെയ്തിട്ടുള്ള ആളാണ്. ഒബ്വിയസ്ലി ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അതിലും ബെറ്റർ ആയിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ബേസിസിൽ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ, എന്നിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യാണ്ട് നമ്മൾ എന്താണ് നമ്മൾ ലൈക്ക് വാട്ട് വി ആർ ഗോയിങ് ത്രൂ എന്നുള്ള സാധനം മനസ്സിലാക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ. ഒബ്വിയസ്ലി നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ദെൻ ആക്ച്വലി എന്താണ് പ്ലാൻ? ഐ മീൻ ഞാൻ ഒരു കാര്യം അവിടെ ചോദിക്കട്ടെ. ലൈക്ക് ഇപ്പം ഫുൾ ഫ്ലഡ്ജ് ജോലി, കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നു, കുറെ ഓപ്പർച്യൂണിറ്റീസ് നിനക്ക് ഇപ്പോഴും വരുന്നുണ്ട്. ബട്ട് ഇപ്പോഴും ട്രേഡിംഗ് എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കാനുള്ള റീസൺ എന്താ? ഫ്രീഡം. ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കഴിച്ചല്ലോ. ഇനി എന്ത് ചോദിക്കാൻ കുറെ കാര്യങ്ങൾ. ഹൗ ഡസ് ഇറ്റ് ഫീൽ ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് പേവട്ട് നിനക്ക് ഹിറ്റ് ചെയ്തപ്പോൾ? ഹൗ ഇറ്റ് വാസ്? ടു ബി ഓണസ്റ്റ്, ഞാൻ ഫസ്റ്റ് സാധനം വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇത് ചെയ്യാൻ പറ്റുന്നുള്ള സാധനം വന്നു, കുറേ സാധനം വന്നു. പിന്നെ ഞാൻ ഇരുന്നപ്പോൾ ഞാൻ അന്ന് അത്ര ഡിസിപ്ലിൻഡ് ആയിട്ടൊന്നും നല്ല ട്രേഡ് ചെയ്ത്. ഞാൻ അന്ന് പറയുന്നൊരു ഗാംബ്ലേഴ്സ് മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പോൾ എന്താ ബിഗിനേഴ്സ് ലെക്ക് എന്നൊക്കെ പറയുന്നില്ലേ, ആ സാധനമായിരുന്നു അത്. പിന്നെ എനിക്കതിൽ എത്തിപ്പെടാൻ കുറച്ച് സമയം എടുത്തു. അപ്പം പിന്നെ എനിക്ക് അക്കൗണ്ട് പാസ് ചെയ്യാന്നൊക്കെ പറയുന്നില്ലേ, ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആവുന്നുള്ള സാധനം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. എനിക്കൊന്നും ഫീൽ ചെയ്യാത്ത അവസ്ഥയായില്ലേ.
അതാണ് അതിന്റെ ഒരു അത് ഞാൻ ലാസ്റ്റ് ഒരു പേ ഔട്ട് എടുക്കുന്ന വീഡിയോ യൂട്യൂബിൽ ചെയ്ത സമയത്ത് ഞാൻ അതിനകത്ത് ഒരു സംഭവം കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഐ ഡോണ്ട് ഫീൽ എനിത്തിങ്. ശരിയാണ്, ഒരു പേ ഔട്ട് എടുക്കുമ്പോൾ ഒരു ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് ആ ഒരു മൈന്യൂട്ട് ടൈമിലേക്ക് ഉണ്ടാവും. അതേപോലെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ നമ്മൾ പാറ പോലെ ഇരിക്കുമല്ലോ, അറ്റ് സെയിം ടൈം ഫീൽ ഉണ്ടാവും. ഓക്കെ ലോസ് ആയല്ലോ എന്ന് എല്ലാം ഫീൽ ചെയ്യും. പക്ഷേ ആ ഒരു ഫീലിങ്സിനോട് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ 15-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ട്രേഡർ ആണെങ്കിൽ ഈ സെയിം സംഭവം ഫീൽ ചെയ്യും. ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും മാറ്റി വെച്ചിട്ട് ആർക്കും ട്രേഡ് ചെയ്യാൻ കഴിയും. എനിക്ക് സംഭവം ഏറ്റവും കൂടുതൽ സർപ്രൈസിങ് ആയത് എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ 50K വെച്ചോണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ 150K വെച്ചിട്ട് ഞാൻ 2 ദിവസം കൊണ്ട് അക്കൗണ്ട് പാസ്സാക്കി. അത് കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് ഡേ ആയപ്പം ഓക്കെ ഫസ്റ്റ് ഡേ 50% എത്തി എന്നുള്ള സാധനം അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. പിന്നെ സെക്കൻഡ് ഡേ ഞാൻ അക്കൗണ്ടിൽ നിന്ന് മാറിയിരുന്നു, ലൈക്ക് എൻ്റെ ഇതില്ലാണ്ട്. അപ്പം എനിക്ക് ഓക്കെ ഐ ആം ഇംപ്രൂവിങ് എന്നുള്ള സാധനം എനിക്ക് പയ്യെ തോന്നി തുടങ്ങി. അതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. സെക്കൻഡ് ഡേ ഞാൻ തേർഡ് ഡേ ഞാൻ അക്കൗണ്ട് പാസ്സാക്കി. എന്നപ്പം ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കും എനിക്ക് എന്താ ഇത് ഹാപ്പിനെസ് വരാത്ത, ലൈക്ക് ആ ഒരു സാധനം ഇല്ലല്ലോ, എനിക്ക് വരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ 150K പാസ്സാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഗോൾ പോലത്തെ സാധനമായിരുന്നു. ഞാൻ ജസ്റ്റ് ആയിരുന്നു എണീച്ച് പോയി, ലൈക്ക് എല്ലാ ദിവസം പോലെ ഒരു ദിവസം മാത്രമായിരുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഞാൻ നിന്നോട് ചോദിക്കും, നീ എന്താണ് എൻ്റെ അടുത്ത് പറയാൻ എന്നോട് പാസ്സായെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചോദിക്കുമ്പോഴാ പറയാ പാസ്സായത്. ഞാൻ പാസ്സായോ? അത് MFFന്റെ പ്രോ പ്ലാൻ 150K. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ അക്കൗണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നവർക്കാണ് അറിയാം. അപ്പൊ അതാണ് കാര്യം. പിന്നെ ഡു യു ഹാവ് എനിത്തിങ് ടു ആസ്ക് മീ? നിന്റെ ചോദിക്കാന്ന് പറയുന്നത് ഇത് തന്നെ, എന്താണ് നോക്കുന്നതെന്നുള്ള സംഭവം മുന്നോട്ട് അറിയാലോ. ആക്ച്വലി ഞാനും സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു കംഫോർട്ട് സോണിലായിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുന്നവർക്കറിയാം, ഞാൻ വീട്ടിൽ ഇരുന്നാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രിലോം ഒരു 3 വർഷമായിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് പല കാര്യങ്ങളിലും ഭയങ്കര കംഫോർട്ട് സോണിലേക്ക് ഞാൻ പോവാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഔട്ട്സൈഡത്തെ ചാർട്ട്, ഇപ്പോൾ ഡയറ്റ് ആണെങ്കിലും വർക്കൗട്ട് ആണെങ്കിലും എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ടു. സോ ഐ തോട്ട് ഐ നീഡ് എ ചേഞ്ച്. സോ സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു റൗണ്ടിലേക്ക് എത്തിപ്പെട്ടത് ആക്ച്വലി. പിന്നെ ഒരു കാര്യം തന്നെ ചോദിക്കട്ടെ, നമ്മളിപ്പം ഒരു ചലഞ്ച് അക്കൗണ്ട് ഒരു ഫണ്ടഡ് അക്കൗണ്ട് ബൈ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്ന് നമുക്ക് ചലഞ്ച് ഫേസ് നമുക്കെടുത്ത് ചലഞ്ച് പാസ്സാക്കി അക്കൗണ്ട് ബൈ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട്. ചലഞ്ച് ചെയ്ത് സമയം കളയുന്നതിനെ പറ്റി എന്താണ് എൻ്റെ ഒപ്പീനിയൻ? ഞാൻ ഇത് പറയുമ്പോൾ ഒരിക്കലും ഒരു ബിഗിനർ നേരെ പോയിട്ട് ഒരു ഇൻസ്റ്റന്റ് അക്കൗണ്ട് എടുക്കരുത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഞാനിപ്പോൾ അവനോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇപ്പോഴത്തെ പെർസ്പെക്റ്റീവ് ആണ്. ഒരു ബിഗിനർക്ക് പറ്റിയത് ചലഞ്ച് അക്കൗണ്ട് ആണോ? ബിഗിനർക്ക് പറ്റിയ ഒബ്വിയസ്ലി ഏറ്റവും ചീപ്പസ്റ്റ് അക്കൗണ്ട് ഏതാണോ അതാണ് ബിഗിനേഴ്സ് അക്കൗണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് അക്കൗണ്ട് ബ്ലോ അപ്പ് ചെയ്യും. ലൈക്ക് നമുക്ക് വേണേൽ തോന്നുന്നത് ഐ ആം സ്പെഷ്യൽ എന്നുള്ള സാധനം തോന്നുന്നു, വെരി സ്പെഷ്യൽ പറയട്ടെ തുടക്കം. ഈവൻ പക്ഷേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മളിപ്പോൾ ഒരു കോഴ്സ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി ചേർന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഫീസ് കൊടുക്കണം. അതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്തും പൈസ സ്പെൻഡ് ചെയ്യണം. ലൈക്ക് ഫെയിൽ ചെയ്ത് നമ്മൾ ജയിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കാര്യം നമ്മൾ പഠിക്കുക, നമ്മളെക്കുറിച്ച് പഠിക്കുക, നമ്മൾ ഫെയിൽ ആകുമ്പോഴാണ്. അത് വലിയൊരു ഫാക്ടറാണ്. ലൈക്ക് ജയിക്കുക എന്നുള്ളത് അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഫക്ട് ചെയ്യുക പോലും ഇല്ല. പക്ഷെ തോൽക്കുമ്പോൾ നമ്മളെ കുറെ സാധനം വരും. നമ്മൾ എന്താ പറയുക, നമ്മൾ ഊതി ഉറപ്പിച്ച് വെച്ച കുറെ സാധനം അങ്ങോട്ട് പൊട്ടും. അപ്പം കുറെ സാധനം നമ്മൾ പഠിക്കും. അപ്പം ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചീപ്പർ അക്കൗണ്ടിൽ നിങ്ങൾ എന്താ പറയുക, ഫസ്റ്റ് ഒരു പേ ഔട്ട് എടുക്കുക എന്നുള്ളതിലുപരി ഒരു ബെറ്റർ ട്രേഡർ ആകുക, എക്സ്പീരിയൻസ് കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് റിയൽ മാർക്കറ്റിൽ ഇരിക്കാം, റിയൽ ട്രേഡേഴ്സ് എടുക്കുക, അതിനുവേണ്ടി നല്ല ചീപ്പർ അക്കൗണ്ട് എടുക്കുന്നത്. അതിൽ നിന്ന് പേ ഔട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, അത്രേ ഉള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്ത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അക്കൗണ്ട് പാസ് ചെയ്യാന്ന് പറയുന്നത് എനിക്കിപ്പോൾ അത്ര വലിയ വിഷയമുള്ള കാര്യമല്ല. എനിക്കത് പറ്റും. ഇപ്പം ഇപ്പം ഞാൻ മാക്സിമം എനിക്ക് തോന്നുന്നു വൺ ഡേ കൊണ്ടാണ് പാസ്സാകേണ്ട സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതെനിക്ക് അത്ര വിഷയമുള്ള കാര്യമല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്ത് ഇപ്പം എന്ന് പറയുന്നത് ഞാൻ ചലഞ്ച് ഫേസ് ചെയ്യുന്നത് എനിക്കൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ മേ ബി ഇൻസ്റ്റന്റ് അക്കൗണ്ടിലേക്ക് മൂവ് ചെയ്താലോ എന്നുള്ള സാധനം ഞാൻ ആലോചിക്കുന്നുണ്ട്. ബട്ട് അപ്ഫ്രണ്ട് കോസ്റ്റ് നല്ല കൂടുതലാണ്. അതാണ് എന്നെ ഫുൾ ബാക്ക് ചെയ്തത് ഇപ്പം വേണോ വേണ്ടോ എന്നുള്ള സാധനം. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കൺസിഡർ ചെയ്തതിന്റെ ശേഷം എനിക്ക് ചലഞ്ച് ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം 150K ചലഞ്ച് പാസ്സാക്കിയ ഒരാൾക്ക് പിന്നെ 50K അക്കൗണ്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഫ്യൂച്ചേഴ്സിലേക്ക് വന്ന ഒരാൾക്ക് ഫോറക്സിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ അഡാപ്റ്റ് ആവുന്നത്, അതൊരിക്കലും നമ്മുടെ കുഴപ്പമല്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ
ബെറ്റർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞ് അതിന്റെ പുറകിലേക്ക് അതുകൊണ്ടാണ് നിങ്ങൾ ട്രേഡിങ് നിർത്തി ജോബിന് പോകാത്ത മെയിൻ റീസൺ അതാ. വി ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് നോട്ട് ഈവൻ മേക്കിംഗ് മണി ആണെങ്കിൽ പോലും ബട്ട് സ്റ്റിൽ ആ ഒരു സംഭവം നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചൊരു 95 പോകാത്തതോ അല്ലെങ്കിൽ ഒരു 50K അക്കൗണ്ട് ഒരു 150K ചെയ്യുന്ന ഒരാൾ 50K പോകാത്തതോ. ഇതിന്റെ എല്ലാം മെയിൻ റീസൺ അതാണ്. അതാണ് മേജർ റീസൺ. ഇപ്പൊ ബിഗിനറെ വെച്ചിട്ടേ ഇപ്പം ട്രേഡിഫൈയുടെ 150K ഇൻസ്റ്റന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിഫൈയുടെ ഓൾമോസ്റ്റ് $500 സംതിങ് അല്ലേ? ട്രേഡിഫൈയുടെ ഇൻസ്റ്റന്റ് അക്കൗണ്ട് 531 ആണ് അതിൻ്റെ ഒരു അക്കൗണ്ടിൽ. അപ്പം നമ്മൾ അത് ഇപ്പം $50 നമുക്ക് എന്താ പറയുക നോർമൽ ഒരു 50K അക്കൗണ്ട് കിട്ടും. അപ്പോൾ അതിന് പകരം നമ്മൾ വലിയ അക്കൗണ്ട് പാസ്സാക്കി കഴിഞ്ഞ് സപ്പോസ് നമ്മളത് ചെയ്ത് നമ്മളത് കംഫർട്ടബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾ അത്രയും ഫണ്ട് നിങ്ങൾ പോകുകയാണ്. അതായത് ഈ 50K ആയാലും 150K ആയാലും നമ്മൾ അതിപ്പം പാസ്സാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നോളജും നമുക്ക് എന്താ പറയുക കിട്ടുന്ന ഡോപ്പമിൻ കിക്ക് എന്ന് പറയുന്ന സാധനം എല്ലാം ചെയ്യുക. അതെ. അപ്പം ചീപ്പറായിട്ട് അത് ചെയ്യുക എന്നുള്ളതിലാണ് ലൈക്ക് എക്സ്പീരിയൻസ് നേടുക എന്നുള്ളതിലാണ് കാര്യം. ഇപ്പം ചാടിക്കയറി വലിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ തുടങ്ങുമ്പം എന്താ പറയുക ബിഗിനർ ലെവലിൽ തുടങ്ങുന്നതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ ഫണ്ടഡ് അക്കൗണ്ട്സ് ആക്ച്വലി ഒരു ട്രേഡർക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്? അത് ഹെൽപ്ഫുൾ ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ ബിഗിനറായിട്ട് നിൽക്കണം. അതായത് ചാടിക്കറി ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്നൊരു പൈസ ഉണ്ടാക്കാന്നുള്ള മൈൻഡ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക് ടു ബി ഓണസ്റ്റ്. പിന്നെ ഫണ്ടഡ് ഫേമിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് തന്നെ നമുക്ക് റിയൽ മാർക്കറ്റിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. റിയൽ മാർക്കറ്റ് ഇൻ ദ സെൻസ് നമ്മൾ സിമുലേറ്റഡ് ക്യാപിറ്റലാണ് ചെയ്യുന്നത്, പക്ഷേ റിയൽ ടൈം ഡാറ്റയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ഒരുപാട് കംഫർട്ടബിൾ ആവരുത് നമുക്ക്. ഈ ഫണ്ടഡ് ഫേംസ് എന്ന് പറയുന്നത് നമ്മളെന്താ അൾട്ടിമേറ്റ് ഗോൾ ഒരിക്കലും ആവരുത്. അത് വെച്ച് കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റിന്റെ മുന്നേ ക്യാപിറ്റൽ. ഞാൻ എക്സാമ്പിൾ പറയാണ്, ഇപ്പം ഞാൻ ഫോറക്സ് ഫ്യൂച്ചേഴ്സിലേക്ക് വന്നില്ലായിരുന്നു. ഇപ്പൊ ഫോറക്സിൽ ഞാൻ അത്യാവശ്യം ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ട ആളാണ്. ഞാൻ ഫോറക്സ് ആണ്, ഫണ്ടഡ് അക്കൗണ്ട് ആണല്ലോ കൂടുതൽ. ഇപ്പൊ ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് വന്നുകൊണ്ടാണ് ഇപ്പൊ ഇതിലൊരു ഫണ്ടഡ് ലൈവ് അക്കൗണ്ടിലേക്ക് വേണ്ടി ഡീവിയേഷൻ നോക്കുന്നത്. സോ എപ്പോഴും നിങ്ങളുടെ എൻ ഗോൾ അതായിരിക്കണം. നമുക്കിപ്പോൾ റിലയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഫണ്ടിങ് ടിക്സിൻ്റെ ഒരു പ്രശ്നം പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കാൻ നേരം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സംഭവം കാണുന്നില്ല. അവരെല്ലാവർക്കും ഉള്ള അക്കൗണ്ടിൻ്റെ എല്ലാം അവർ റീഫണ്ട് കൊടുത്തു. അതല്ലല്ലോ കാര്യം. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നമ്മൾ ഇതുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാരാകുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു അത്ര ആ ഒരു സംഭവം പേടിപ്പെടുത്തുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ബ്രോക്കർ ഇപ്പോഴൊന്നും അല്ല കേട്ടോ. ലൈക്ക് എസ്പെഷ്യലി നിങ്ങൾ അൾട്ടിമേറ്റ്ലി നമ്മളെ ഫണ്ട് കൊണ്ട് ട്രേഡ് ചെയ്യാന്നുള്ള സാധനം ആയിരിക്കണം. അതെ. അപ്പം അതുവരെ നമുക്ക് എന്താ എക്സ്പീരിയൻസ് നേടാം. പിന്നെ എന്താ പറയാ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കാം. ആ സാധനത്തിന് മാത്രമേ ലൈക്ക് നിങ്ങൾ പ്രോഫോംസിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാത്രം റൂൾസ് അല്ല. ഇപ്പൊ നമ്മളൊരു സെറ്റ് ഓഫ് റൂൾസ് ബിൽഡ് ചെയ്യും. അത് മാത്രമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില റൂൾസ് ഉണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ, അല്ലെ അക്കൗണ്ട് ബ്രീച്ച് ആവുകയാണ് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ ഒരു $50,000 നമുക്കൊരു ഏതെങ്കിലും ബ്രോക്കർ ലോഡ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യാന്ന് വിചാരിച്ചു. ആ $50,000 സീറോ ആവുന്ന വരെ നമുക്ക് എങ്ങനെയും ട്രേഡ് ചെയ്യാം. അത് വാഷ് ഔട്ട് ആകുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വേഴ്സ്റ്റ് സിനാരിയോ. കൂടുതൽ പ്രോഫിറ്റബിൾ ആവാൻ നമുക്ക് ചാൻസസ് അതില്ല. അതെ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോക്കേഴ്സിന്റെ റൂൾസ് എന്ന് പറയുന്നത് നമ്മളെ ഫെയിൽ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതായത് നമ്മുടെ സൈക്കോളജീനെ എങ്ങനെ എഫക്ട് ചെയ്യാന്നുള്ളത് ചിന്തിച്ച് പ്രൊഫഷണൽസ് ഉണ്ടാക്കിയ സാധനമാണത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഓരോ പ്ലാൻ ആണെങ്കിലും അതിലൊന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവും. ഞങ്ങൾ ഇന്നത് നോക്കുമായിരുന്നു ആക്ച്വലി. ഞങ്ങൾ കുറച്ചുകൂടെ ഒരുമിച്ച് ട്രേഡ് ചെയ്യാൻ വലിയ അക്കൗണ്ട് ക്യാപിറ്റൽ ഞങ്ങൾ സെർച്ച് ചെയ്യാൻ നോക്കാൻ നേരം എല്ലാ അക്കൗണ്ടും ഞങ്ങൾ 150K എല്ലാ ഫണ്ട് ഫേംസിന്റെ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് ഒരെണ്ണം കാണുമ്പോൾ ഓക്കെ അടിപൊളിയായിട്ട് തോന്നും. അതിന്റെ FAQ റീഡ് ചെയ്ത് നോക്കുമ്പോഴാണ് ഓക്കെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായുള്ളതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് കുറയുന്നതും അല്ലെങ്കിൽ ഇത്ര വിഡ്രോ അവർ തരുന്നത്. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. അത് നമ്മുടെ സൈക്കോളജി എഫക്ട് ചെയ്യും. കാരണം നമ്മുടെ റൂൾസും നമ്മളെ മോഡൽ നമ്മൾ അതിനു വേണ്ടി മോൾഡ് ചെയ്യേണ്ടി വരും. അപ്പം അത് ഒബ്വിയസ്ലി എഫക്റ്റ് ആവും. അപ്പം പക്ഷേ ഫണ്ടഡ് അക്കൗണ്ട്സ് തരുന്ന ഒരു സംഭവമില്ലേ, അതായത് ലൈക്ക് നിങ്ങൾ ഇത്രയും എമൗണ്ട് വെച്ച് നിങ്ങൾ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പേ ഔട്ട് കിട്ടും എന്ന് പറയുന്ന ഒരു കാര്യം. ആസ് എ ട്രേഡർ, ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിലും വലിയൊരു സന്തോഷം തരുന്ന ഒരു സാധനം വേറെ ഒന്നും ഇല്ല. നിങ്ങൾ ഇൻസ്റ്റന്റ്ലി നിങ്ങൾക്ക് അത്രയും എമൗണ്ട് നിങ്ങൾക്ക് ഇറക്കണ്ട, ഇത്ര എമൗണ്ട് പേ ഔട്ട് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ കഴിയും. അത് വലിയൊരു കാര്യം തന്നെയാണ്. യെസ്. റിയൽ മാർക്കറ്റ് എക്സ്പീരിയൻസ് നേടുക, അതിന് വേണ്ടിയിട്ട്
പ്രൂഫ് ഫേം യൂസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, അതിൻ്റെ കൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ്സ് എ പ്ലസ്. എസ്പെഷ്യലി ഞാൻ ഫോറക്സും ചെയ്തിട്ടുള്ള ഒരാൾ ഫ്യൂച്ചേഴ്സിൽ ഇവൻ ഫോറക്സ് ചെയ്തിട്ടില്ല, അപ്പം എനിക്ക് അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. ഇവൻ കാരണമാണ് ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് വരുന്നത്. അതൊരു വലിയൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഞാൻ ഫ്യൂച്ചേഴ്സിനെ പറ്റി ഇടുമ്പോൾ ആൾക്കാരോട് ചോദിക്കും, ബ്രോയുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതെന്ന് അറിയുന്നതെന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് വന്നതിൻ്റെ ഒരു വലിയൊരു പങ്ക് ഇവനുണ്ട്. കാര്യം അതിന് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്പ്രെഡിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കും, ഇവൻ എന്നോട് ഇങ്ങോട്ട് പറയുന്ന സാധനമാണ് ഫ്യൂച്ചേഴ്സ് നിനക്ക് ചെയ്തുകൂടെ ഇങ്ങനെ ഒരു പരിപാടി. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു പോയിന്റിൽ വന്നപ്പോ എന്തുകൊണ്ടാ നീ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ അവനോട് ഫോറക്സ് ചെയ്യുന്നോ എന്നുള്ള സാധനം ഞാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എടാ എന്തിനാ ഇത് ചെയ്യുന്നത്, എന്തിനാ ഈ ഡ്രാമ, ഫ്യൂച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലീൻ പ്രൈസ് ആക്ഷൻ ആണ്, പിന്നെ സ്പ്രെഡ് ഇല്ല, അങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല, അപ്പം വൈ ഷുഡ് ഐ ചൂസ് ദാറ്റ് എന്നുള്ള സാധനം വന്നു. പിന്നെ ആ സമയത്ത് എനിക്ക് നല്ലൊരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ഒബ്വിയസ്ലി അത് പിന്നെ ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടാണ് ഫ്യൂച്ചേഴ്സിലേക്ക് മാറിയത്. സോ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ ഇനിഷ്യലി നമ്മൾ എന്താണ് ഫോറക്സ് ആണ് ഫ്യൂച്ചേഴ്സ് ആണ് എങ്കിൽ പോലും യു ഷുഡ് ഹാവ് എ പ്രോപ്പർ സെറ്റപ്പ്. ടെക്നിക്കൽ സൈഡിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ തുടങ്ങുമ്പം നമുക്ക് ടെക്നിക്കൽസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പക്ഷേ എന്താ പറയുക, ഇപ്പം ഡ്രൈവിംഗ് പഠിച്ച ഒരാൾക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സാധനമാണ്. അതേപോലെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും കുറേ കഴിയുമ്പോൾ. അതായത് എന്താ പറയുക, ടെക്നിക്കൽസ് താഴോട്ട് വന്ന് സൈക്കോളജി കയറി വരുന്നൊരു സാധനം എത്തും. കാരണം അതാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് കൂടുതലായിട്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഇതിന്റെ കൂട്ടത്തിൽ ചോദിക്കണേ, നീ ഇപ്പൊ പ്രിലോങ് ഇപ്പം ഒരു ഓൾമോസ്റ്റ് 3 years പ്ലസ് ആയിട്ട് ഈ ഒരു സെയിം മോഡൽ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഡു യു ഫീൽ ലൈക്ക് ടു നീഡ് ടു ചേഞ്ച് യുവർ സെറ്റപ്പ്, അല്ലെങ്കിൽ ഇത് വർക്ക് ആവുന്നില്ല, എനിക്കിത് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്? സെറ്റപ്പ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്ന് വന്നിട്ടില്ല. പക്ഷേ ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ഞാനത് അപ്ഗ്രേഡ് ചെയ്ത് പറയാം. അതെ, അതായത് അതിൽ കുറവുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ എൻ്റെ മോഡൽ എന്താണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഹയർ ലെവൽ വേർഷനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതായത് അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അക്കൗണ്ട് പെട്ടെന്ന് പാസ് ചെയ്യാന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ എനിക്കത് പേ ഔട്ട് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് ഇതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇതിൽ കുറേ സാധനം മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പയ്യെ എന്തായാലും നോളജ് കൂടുതലനുസരിച്ച് ആഡ് ചെയ്ത് വന്നു. ഹയർ ടൈം ഫ്രീ സാധനങ്ങളൊന്നും എല്ലാം ആഡ് ചെയ്തു. പിന്നെ TPMS എല്ലാം പ്രോപ്പറായിട്ട് എവിടെ വെക്കണം, അതെങ്ങനെ മാനേജ് ചെയ്യണം, ഇതൊക്കെ ഒരു മോഡലിൽ വേണം നമുക്ക്. അതായത് മാർക്കറ്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ മോഡലിനെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അതായത് മാർക്കറ്റ് നമ്മളെ അതിന് തോന്നിയ പോലെ മാനിപ്പുലേറ്റ് ചെയ്യും. അതൊരു സാധനമാണ്. നമ്മളതിൽ വീഴാതെ മാക്സിമം നോക്കണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് വേണം. അതായത് എന്ത് മാർക്കറ്റിൽ നടക്കുകയാണെങ്കിൽ ഞാനിതാ ചെയ്യാന്നുള്ളൊരു സാധനം നമുക്ക് വേണം, അത് ചെയ്യാൻ പറ്റണം. അപ്പം ആ ഒരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതില്ല. അങ്ങനെ നമുക്ക് മോഡൽ എന്താ, ഇപ്പം 1 വർഷം കൂടെ കഴിയുമ്പം ഞാനിപ്പോൾ ചെയ്യുന്ന സാധനം ഒബ്വിയസ്ലി അതിലും ബെറ്റർ ആവും. ബട്ട് ഞാൻ സ്റ്റിൽ ഫോളോ ചെയ്യുന്നത് എൻ്റെ സെയിം മോഡലാണ്. അതിന്റെ വലിയൊരു എക്സാമ്പിളാണ് അനുജ് ആദ്യം പറഞ്ഞൊരു സംഭവം ഉണ്ട്. അവൻ ജസ്റ്റ് ഒന്നും ഡ്രോ ചെയ്തില്ലല്ലോ, അവന്റെ കൺമുന്നിൽ നേക്കഡായിട്ട് കാണാം. ഇപ്പം എനിക്കിപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡ്രോ ചെയ്യണമെന്നോ അല്ലെ ബ്രേക്ക് അവേ ഡ്രോ ചെയ്യണമെന്നില്ല, എനിക്ക് കാണാം ഏത് പ്രൈസിലാണ് നടക്കുന്നത്, ഡയറക്റ്റ് എക്സിക്യൂഷൻ ചെയ്യാം. ചാർട്ട് എപ്പോഴും ക്ലീൻ ആയിരിക്കും. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചോട്ടെ, ലൈക്ക് ഒരു ബേസിക് ഒരാള് പല രീതിയിലും ട്രേഡിങ്ങിനെ പറ്റി അറിയും. ഇപ്പം നീ സ്വന്തം എക്സ്പീരിയൻസ് വെച്ച് ട്രേഡിങ്ങിനെ പറ്റി അറിഞ്ഞ് കൂടുതൽ അതിലേക്ക് വന്നു. പല രീതിയിൽ ചില അഡ്വർടൈസ്മെന്റ് വഴി അറിയും. അപ്പം നമ്മൾ എങ്ങനെ അറിഞ്ഞാലും ഒരു ലെവൽ എത്തുമ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കും. നീ ആ ഹാർഡസ്റ്റ് ഡിസിഷൻ എങ്ങനെ എടുത്തേ? അതായത് ആ ഒരു എങ്ങനെ ആക്ച്വലി ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് മനസ്സിലായി, ഞാൻ ചോദിക്കുന്നത് ജോബ് വേണ്ട, ഈവൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നൊരു ഡിസിഷൻ എടുക്കും. ഞാൻ തുടക്കം തൊട്ടേ ജോബ് വിട്ട ഒരാളല്ല. ഞാൻ ജോബും ഇതും പഠിത്തവും കൂടെ കൊണ്ടുപോയി. പിന്നെ ഞാൻ ഫുൾ ടൈം ജോലി കയറിയപ്പം ജോലിയും ട്രേഡിങ്ങും കൂടെ കൊണ്ടുപോയി. ലൈക്ക് അത് ഇറ്റ്സ് എ ഹാർഡ് തിങ് ടു ഡു. കാരണം നമ്മൾ 9 to 5 ചെയ്യേണ്ട അതേ സമയത്ത് ഞാൻ ഇപ്പോൾ US ലൈക്ക് കാനഡയിലായിരുന്നു. അപ്പം സെയിം ടൈം സോണാണ്. അതായത് നമ്മളിവിടെ മാർക്കറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ജോലിക്ക് കയറേണ്ട സമയം, അത് രണ്ടും മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പറഞ്ഞ. അപ്പം ഞാനിപ്പോൾ എന്താ ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ പേ ഔട്ട് എടുത്തു, ഈ എക്സ്പീരിയൻസ് ആയി എന്നുള്ളൊരു സാധനം വന്നതിന് ശേഷമാണ് ഞാൻ ഫുൾ ടൈം ഇതിലേക്ക് ഇരിക്കുക എന്നുള്ളതിലേക്ക് വന്നത്. അതായത് ഞാൻ പെട്ടെന്ന് ചാടിക്കയറി വന്ന സാധനമല്ല. അങ്ങനെ ആരും ചെയ്യുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ള എന്താ? ആക്ച്വലി ഒരു അഡ്വൈസ് കൊടുക്കാനുള്ള എന്താ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കേണ്ട ചോദ്യം, എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും ടെലിഗ്രാമിലൊക്കെ കുറേ പേര് DM ചെയ്യുന്നത്, അതിനകത്ത് ഈ ചെറിയ പിള്ളേരുണ്ടാവും +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്കൊന്നും പോകാതെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നവര്. വാട്ട് യു തിങ്ക്? ഏജ് എന്ന് പറയുന്നത്
ഒരു ഫാക്ടർ അല്ല. നമുക്ക് എന്താ പറയാ, ഈ ബുദ്ധിയും യുക്തിയും വേറെ വേറെയാന്ന് പറയത്തില്ലേ, ലൈക്ക് എന്താ പറയാ, ഇപ്പം ഡിഗ്രി ഉള്ളവരാണെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിലും നല്ല കാര്യം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണം. ഇപ്പം ഡിഗ്രി എന്ന് പറയുന്ന സാധനം ഒരു ജോലിക്ക് പോകാന്നുള്ളതിലുപരി എന്താ പറയാ, സത്യം പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ പോയി നമ്മൾ ഡിഗ്രി പഠിച്ചപ്പോൾ ഒരിക്കലും ആ യൂണിവേഴ്സിറ്റി അല്ല പഠിച്ചത്, അല്ലെ സിലബസ് അല്ല, അവിടെ പോയി ലൈഫാണ് പഠിച്ചത്. ഞാൻ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ബാംഗ്ലൂർ പോയത് കൊണ്ട് മാത്രം പഠിച്ച ആ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം മാത്രമല്ല. നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ആ കോളേജിൽ പോയത് കൊണ്ട് മാത്രമാണ് ഈ നമ്മളെ കോണ്ടാക്ട് ഉണ്ടായത്. അതേപോലെ നമുക്ക് ലൈക്ക് മൈൻഡഡ് ആൾക്കാരെ കാണാം, ലൈക്ക് നമുക്ക് കുറെ ആൾക്കാരെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ, ചാടിക്കേറി ട്രേഡിങ്ങിലേക്ക് വരാന്ന് ഒബ്വിയസ്ലി അത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കി ഫ്രീഡം അച്ചീവ് ചെയ്യാന്നുള്ളൊരു സാധനം, അതൊരു ചീത്ത സാധനമാണെന്ന് ഞാൻ പറയില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഡൂവബിൾ. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന ബിഗിനർ അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു പ്ലാൻ ബി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം, കാരണം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സാധനമല്ല. ചിലരൊക്കെ ഞാൻ പറയാണ്, ചിലരൊക്കെ എക്സ്പോസ് ചെയ്യുന്നൊരു കാര്യം അതാണ്, എഡ്യൂക്കേഷൻ വേണ്ട അല്ലെങ്കിൽ ഡിഗ്രി വേണം, അങ്ങനൊന്നും അല്ല. എഡ്യൂക്കേഷനിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് ബേസിക് സ്കിൽസ് വേണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം, നമുക്ക് നോളജ് എന്ന് പറയുന്ന സാധനമാണ് നമ്മളാക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ എനിക്കായാലും ഇവനായാലും, നിങ്ങൾ ഇവനെ ആദ്യം പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യാത്തോണ്ടല്ല, ആ ഒരു ടെമ്പർ, സയന്റിഫിക് ടെമ്പർ ആണ് വൈ ഇറ്റ്സ് ഹാപ്പനിങ്. എന്തുകൊണ്ട് ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട്, എന്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ. എനിക്ക് എന്താണെങ്കിലും അതിന് വൈ എന്നുള്ളൊരു സാധനം എനിക്ക് വരും. എനിക്കിപ്പം കോളേജിലാണെങ്കിൽ പോലും ഇപ്പം ഒരു സാധനം പഠിക്കുകയാണെങ്കിൽ ബൈഹാർട്ടായിട്ട് ഇത് എന്താണ് ആ സാധനം കോപ്പി ചെയ്തിട്ട് അത് എക്സാമിൽ കാണിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. എനിക്കത് പറ്റത്തില്ലായിരുന്നു. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ സാധനം മനസ്സിലാക്കി, വൺസ് അത് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ വന്നു കഴിഞ്ഞാലും എനിക്ക് എഴുതാൻ പറ്റും, അങ്ങനെയായിരുന്നു. അപ്പം അത് ഓരോരുത്തരുടെ ടൈപ്പ് ഡിപ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ബാക്ക് ചെയ്യാൻ ഡാറ്റ വേണം, എന്നാലേ എനിക്കത് വർക്ക് ആവുള്ളൂ. അപ്പൊ എനിക്ക് എന്നിലും ഇവനിലും ഒന്നും വലിയ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ആരും ചിന്തിക്കരുത്. നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഫീൽഡിൽ ഒരു ഗോഡും ഇല്ല, അതാദ്യം മനസ്സിലാക്കുക. വേറൊരു എന്താ സ്കില്ല് പോലെ അല്ല ഇവിടെ ആരും, ഒരു ഗോഡസും ഗോഡും ഇല്ല. ആക്ച്വലി എവരിബഡി ലൈക്ക് അവരുടെ ആ ഒരു സ്വന്തം ലൈഫിലും അവരുടെ ലൈഫ് സ്റ്റൈലും അവർ ബെറ്റർ ആയി വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ട്രേഡിങ്ങിൽ അവർ എക്സൽ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളൂ. അല്ലാതെ അവർ ചെയ്യുന്ന സെറ്റപ്പ് എന്തോ റോക്കറ്റ് സയൻസ്. എൻ്റെ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 60 to 70%, 75% മാക്സിമം വിൻ റേഷ്യോ ഉള്ളൂ എൻ്റെ സെറ്റപ്പ് അനുസരിച്ച്. ബട്ട് സ്റ്റിൽ മേക്കിംഗ് മണി. എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു, കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി മുമ്പോട്ട് പോകുന്നുണ്ട്. സെയിം സെറ്റപ്പാണ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ ആ സെയിം സെറ്റ് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇപ്പോഴും ഒരു പെന്നി പോലും വിഡ്രോ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. സോ അതാണ് ഞാൻ പറയുന്നത്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പേഴ്സൺ, ഇറ്റ്സ് അബൌട്ട് ദ ട്രേഡർ, നോട്ട് ദ ട്രേഡ്. അഗൈൻ ഞാൻ പറയുന്നു, ലൈക്ക് എന്താ പറയുക, നിങ്ങൾ വയസ്സ് കുറവാന്ന് വെച്ചിട്ട് അതിനർത്ഥം നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുമെന്നോ പറ്റില്ല എന്നോ ഇല്ല, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നോ എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരാളായിരിക്കാം നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് പറ്റുണ്ടാവും. ഇപ്പം എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ട്രേഡിംഗ് എന്നുള്ളൊരു സാധനത്തിലേക്ക്, ഡിഗ്രിയുടെ ലാസ്റ്റ് ഇയർ ആ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. ഈ സെയിം സാധനം എനിക്ക് എന്താ പറയുക, ഇതിൻ്റെ മുന്നേ 12th പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കിത്ര എന്താ പറയുക, എനിക്കിത്ര വളഞ്ഞു തിരിഞ്ഞ് പോകേണ്ടി വരില്ലായിരുന്നു. അതായത് എനിക്ക് ഞാനിപ്പോൾ ഉള്ള പൊസിഷനിലും ബെറ്റർ ഒരു പൊസിഷനിലായിരിക്കാം ഞാനിപ്പം. കാരണം എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് വാട്ട് എവർ ഐ ഹാഡ് വെൻ ഐ വാസ് സ്മോൾ, ആ സെയിം സാധനത്തിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ഞാനിപ്പോൾ. അപ്പം എന്താ പറയുക, ഒബ്വിയസ്ലി അതെന്നെ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷേ നിങ്ങളെന്താ പറയുക ഇമച്ചറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കരുത്. അതായത് ചാടിക്കയറി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൊട്ടിച്ച് കളയാന്നുള്ള സാധനം ചെയ്യരുത്. എന്താ പറയുക, വലിയ ഇപ്പോൾ $500 അക്കൗണ്ട് ഞാൻ ഇപ്പം, അതാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഏറ്റവും വലിയ അക്കൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത്. അപ്പം ആ സാധനം എടുത്ത് പൊട്ടിച്ച് കളയുന്നത്, കാരണം ഇതിനൊക്കെ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ ചടപ്പിക്കും, നല്ല പോലെ ചടപ്പിക്കും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ചെറിയൊരാളെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി സ്വന്തം പൈസ കൊണ്ടായിരിക്കില്ല ചെയ്യുക, വീട്ടുകാരുടെ പൈസ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഫണ്ടായിരിക്കാം. അപ്പം അവരുടെ ഒരു എന്താ പറയുക ട്രസ്റ്റും കൂടിയാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ഇമച്ചുവറായിട്ട് ഡിസിഷൻസ് എടുക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഓക്കെ, സോ ഒരു പേഴ്സണൽ കാര്യം ചോദിക്കുകയാണ്. ലൈക്ക് ഇപ്പം ട്രേഡിംഗ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ലൈക്ക് ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അത്യാവശ്യം എനിക്കറിയാം അത്യാവശ്യം നല്ല കഴിവുള്ള ഇറക്കാനാണ്. കാര്യം
ഒരു സപ്ലി പോലും ഇല്ലാതെ പാസ്സായത്. അതേസമയം എനിക്ക് 11 സപ്ലി ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഡിഫറെൻറ്റാണ്. ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ലീവ് ഇറ്റ് എ പാർട്ട്. ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു പയ്യനാണ്, ജോലി ചെയ്യാൻ എല്ലാത്തിലും. എന്നിട്ടും ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ ഈ ഒരു സംഭവത്തിൻ്റെ പുറകെ കുത്തിപ്പിടിച്ചിരിക്കുന്നതിൽ ഫാമിലി എങ്ങനെയാണ് നിന്നെ ടേക്ക്, ഐ മീൻ ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ള? അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്കൊരു സപ്പോർട്ടിങ് ഫാമിലിയാണ്, ആ ഒരു സാധനം ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ അവർക്ക് തുടക്കം എന്ന് പറയുന്നത് ഇപ്പം അവരുടെ മൈൻഡിൽ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത് ഇത് എന്താ പറയുക, ഒരു സ്കാം പോലത്തെ സാധനമാണ്. അതായത് ഒബ്വിയസ്ലി അവർക്ക് അതിനോട് എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ടാണ് തുടക്കത്തിൽ. അപ്പം എൻ്റെ അച്ഛൻ്റെ കേസിലാണെങ്കിലും പുള്ളി എന്താ പറയുക, ഈ മ്യൂച്വൽ ഫണ്ട്സും കാര്യത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ചിലതൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്, കുറേ പോയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അത് വേറൊരു ആൾക്കാർ ചെയ്ത് നമുക്ക് വേണ്ടി എന്തോ ചെയ്തു വന്നിട്ട് എന്തോ ഒരു അങ്ങനെ എന്തൊക്കെ ഭയങ്കര ഷെയ്ഡി ആയിട്ടുള്ള ഒരു പിക്ചറാണ് അവർക്കുള്ളത്. അപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത്, അതായത് ഇതിൻ്റെ വിന്നിങ് ആണെങ്കിലും ലൂസിങ് ആണെങ്കിലും അത് എൻ്റെ കയ്യിലാണ്, ഞാൻ ഡിറ്റർമൈൻ ചെയ്യുന്നുള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുത്തു. ബട്ട് സ്റ്റിൽ അവർക്ക് മനസ്സിലായി എന്ന് പറയാം. അതൊരു ബിഗസ്റ്റ് ലക്കാണ് ആക്ച്വലി. ഇപ്പം ഞങ്ങൾ ഇന്നലെ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണ് ആക്ച്വലി ഈ പറയുന്ന ഇപ്പം ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തൊരു 2 to 3 months കഴിഞ്ഞിട്ട് ഇവന് ഉടനെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗ്രോത്ത് കർവ് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഹൗ മച്ച് മണി വി മേഡ് നോക്കുവാണെങ്കിൽ ഞാനാണ് ഹയസ്റ്റിൽ നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു റീസൺ വെച്ച് ഞങ്ങൾ ഇന്നലെ സംസാരിച്ച സമയത്ത് ഈ ഒരു കാര്യം നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാം. ഈ പറഞ്ഞതിൻ്റെ മേജർ റീസൺ, ഇപ്പം എനിക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു. എനിക്ക് ലിറ്ററലി ഹെല്ലായിരുന്നു. ഓരോ സമയം എനിക്ക് വീട്ടിൽ നിൽക്കുന്നത്, ഓരോ ദിവസം മുമ്പോട്ട് പോയാൽ മതി എന്നുള്ളൊരു ഓരോ മണിക്കൂറും എനിക്ക് ഓരോ ദിവസം പോലായിരുന്നു ഫീൽ ചെയ്യുന്നത്. ഈ ട്രേഡർ എന്നുള്ള രീതിയിൽ, ട്രേഡിങ് പഠിക്കണം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ. അപ്പം എനിക്ക് സിറ്റുവേഷൻ, എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനെങ്കിൽ എന്തെങ്കിലും ആയിപ്പെട്ടത് തുടക്കത്തിൽ തന്നെ എന്നുള്ള രീതിയാണ്. എനിക്കിതിനപ്പുറം ചിന്തിക്കാൻ പറ്റത്തില്ല. കാര്യമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ സെയിം ഒരു പഴഞ്ചൊല്ലുണ്ട് പണ്ട് പറയുന്നത്, അതായത് നമുക്ക് ചാരാനൊരു തോളം ഉണ്ടെങ്കിലേ നമുക്ക് ക്ഷീണം വരുത്തുള്ളൂ എന്ന് പറയുന്ന സംഭവം. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. എനിക്ക് ഓക്കെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളത്, ചെയ്തേ പറ്റൂ, ഇതേ ഉള്ളൂ. എത്ര അക്കൗണ്ട് ബ്ലോക്ക് ആയാലും എത്ര പൊട്ടി പാളീസ് ആയാലും നമുക്ക് ഇതല്ലേ ഉള്ളൂ, നമ്മൾ ഇതിനൊക്കെ തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയത്. നീ എന്നിൽ എന്തെങ്കിലും അഡ്മയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫാമിലി കിട്ടുന്നില്ലല്ല, നമ്മളതെങ്ങനെ ഡീൽ ചെയ്യുന്നതിനുള്ളിലാണ് കാര്യം. ഏറ്റവും നമ്മളിപ്പം എന്താ പറയാ, നമുക്കൊരു നെഗറ്റീവ് സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വേറെ ആളെ ബ്ലെയിം ചെയ്യാനാണ് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ പറഞ്ഞ സമാധാനം, എന്റെ മിസ്റ്റേക്ക് അല്ല ഇത്, അവരങ്ങനെ ചെയ്തോണ്ട് അവരിങ്ങനെ ട്രേഡിങ്ങിന്റെ കാര്യത്തിൽ നല്ല കാര്യം. ഇപ്പം ട്രേഡിങ്ങിൽ ചിലർ പറയാം എനിക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല, ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ ലുക്ക് അറ്റ് യുവർ സെൽഫ്. സൈക്കോളജി ഫിക്സ് ചെയ്യാന്നുള്ളതിന്റെ ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണം. അതായത് അഡ്മിറ്റ് ചെയ്യാന്നല്ല, നിങ്ങളത് മനസ്സിലാക്കണം, ലൈക്ക് നാച്ചുറലി മനസ്സിലാക്കണം. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എൻ്റെ ഫോൾട്ടാണ്. വേറൊരാൾ എന്താ പറയുക, അവരങ്ങനെ ചെയ്തുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് ഓൾ യു. ദിസ് ഇസ് എ 1% ഗെയിം, യു വേഴ്സസ് യു. അത്രേ ഉള്ളൂ. ഏറ്റവും വേസ്റ്റ് ഒരു സിറ്റുവേഷൻ, ചില ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം എനിക്ക് പലരോട് ഞാൻ സംസാരിക്കുന്നതായിട്ട് ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ എന്നോട് വന്നിട്ട് പറയും, ബ്രോ ഞാൻ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു, മാർക്കറ്റ് അത്ര അടിപൊളിയല്ലായിരുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിൽ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ചുമ്മാ എക്സ്ക്യൂസസ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നു എന്തിന് ആ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തു, വേസ്റ്റ് കണ്ടീഷനുള്ള മാർക്കറ്റാണ് എന്തുകൊണ്ട് ട്രേഡ് ചെയ്തു, മാറി നിന്നൂടെ എന്നുള്ള ചോദ്യത്തിന് ആൻസർ ഇല്ല. അതാണ് സൈക്കോളജി. മാറി നിൽക്കാൻ കഴിയുന്നില്ല. മാറി നിൽക്കാൻ മാർക്കറ്റിൽ നിന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല. അത് മാർക്കറ്റിന്റെ കുഴപ്പമല്ല, ട്രേഡിങ്ങിന്റെ കുഴപ്പമല്ല, അത് നമ്മുടെ കുഴപ്പമല്ല, ട്രേഡ് ചെയ്യുന്ന ആളുടെ കുഴപ്പമാണ്. അതാണ് ഇതൊക്കെ ഇവിടേക്കാണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം എന്താ പറയാ, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന അതേപോലെ തന്നെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ കൂടിയിരുന്നു കഴിഞ്ഞാൽ അത് വർക്കാവും. കാരണം ഇപ്പം ന്യൂസ് ഡേക്ക് ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സപ്പോസ് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇപ്പം എന്താ പറയുക, ഞാനിപ്പം 5 days കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പേ ഔട്ട് എടുക്കാന്നുള്ള സാധനമാണെന്ന് വിചാരിക്കാം. അപ്പം ഇന്ന് FOMC ഉണ്ട്, അല്ലെങ്കിൽ CPI ഉണ്ട്. അപ്പം ഇന്നൊരു ദിവസം എനിക്ക് ഇന്ന് ചെയ്യുന്നത് ഒബ്വിയസ്ലി റിസ്ക്കിയാണ്. അപ്പം എനിക്ക് ഈ ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞ് വേറെ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ മൺഡേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേ ഔട്ട് എടുക്കാം. ആ ഒരു സാധനം കിടപ്പുണ്ട് ഉള്ളിൽ. അതാണ് ചെയ്യേണ്ട സാധനം. ബട്ട് സ്റ്റിൽ
അപ്പം വേറൊരു തോട്ട് വരും ലൈക്ക് മേ ബി അഥവാ എനിക്ക് ഇന്നത്തെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തന്നെ വിഡ്രോവൽ എടുത്തൂടെ എന്നുള്ള സാധനം അതിന്റെ പുറകെ പോകത്തുള്ളൂ, അതേ ചെയ്യത്തുള്ളൂ. അന്ന് എന്താ നടക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്ലോ അപ്പ് ആക്കും. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ബിൽഡ് ചെയ്തേക്കുന്നത്, നമ്മളെ കംഫർട്ട് അതാണ് നമ്മളെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെയിൻ ആയാലും നമ്മളെ അത് റിവാർഡ് കിട്ടുമ്പോൾ കിട്ടുന്ന ഡോപ്പമൈൻ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ആക്ച്വലി അത് വലിയൊരു കാര്യമാണ്. ലോങ് ടേം സാധനം നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പം അതിൽ അങ്ങനെയൊക്കെ നമ്മൾ ആക്കണമെങ്കിൽ ആ ഒരു ഇത് വേണം, ഒരു കമ്മ്യൂണിറ്റി. അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴും ഏറ്റവും മെയിൻ ആയിട്ട് ഒന്നുകൂടെ ഞാൻ പറയാം, പബ്ലിക് കമ്മ്യൂണിറ്റി അല്ല. ഇപ്പൊ പബ്ലിക് കമ്മ്യൂണിറ്റിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയാം. നിങ്ങൾ തപ്പിപ്പിടിച്ച ഏതെങ്കിലും ഒരു റാൻഡം ഒരു കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഇഷ്ടംപോലെ ഈ ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ ഓരോ ആൾക്കാർ പറയുന്നതാണ്, റീൽ ഇട്ടിട്ട് പറയും ഞാൻ ഫ്രീ ആയിട്ട് കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എൻ്റെ താഴെ ലിങ്ക് എന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DM-ൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് അയച്ചുതരാൻ ജോയിൻ ചെയ്തോളാം. ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നിനും ഞാൻ എതിരല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ കുറേ ചതിയിൽ പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു പബ്ലിക് കമ്മ്യൂണിറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ആൾക്കാരെ അല്ലായിരിക്കും അവിടെ. ചിലപ്പോൾ അതിനകത്ത് നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്കാ ബിഗിനർ ഉണ്ടായിരിക്കും, പക്കാ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ അയാളുടെ അതിനകത്ത് ഒരു ചാർട്ട് കണ്ടു, ഒരു അനാലിസിസ് കണ്ട്. ചിലപ്പോൾ നിങ്ങൾ ബൈ ചെയ്യാനായിരിക്കും നോക്കുന്നത്, പക്ഷേ അതിനകത്ത് സെല്ലാണ് കാണിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സെയിം ഒരു വേവ് ലെന്തുള്ള സെയിം ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ടെന്ന് പറയുന്നത് യൂണിറ്റിയാണ്. യൂണിറ്റിയാണ്. ആ ഒരു യൂണിറ്റി ആയിട്ടുള്ള ഒരേ ടൈപ്പിൽ ഒരേ സെറ്റപ്പിൽ ട്രേഡ് ചെയ്യുന്ന ഒരേ മൈൻഡ് സെറ്റുള്ള ഒരേ രീതിയിൽ തന്നെ ഒരു ഫോഴ്സിൽ മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ മാത്രം ഞങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞതിന്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങളുടെ ട്രേഡിങ്. ഇതിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് സൈഡ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് ഇന്നലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്തപ്പോൾ അങ്ങ് ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവൻ എടുത്തില്ല, ഞാൻ എടുത്തു. ആ വന്ന ഡിഫറൻസ് മാത്രമാണ് സെൽഫ് ഡൗട്ട് വരെ വന്നു. അതാ ഞാൻ പറയുന്നത്, ഇതൊന്നും നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ചെറിയ കാര്യമാണ്. ഒരു ബിഗിനർ ചിന്തിക്കും, ഓക്കെ ഒരു ഗ്രൂപ്പിൽ കയറിയിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ടെലിഗ്രാമിലേക്ക് ഇഷ്ടം പോലെ ഗ്രൂപ്പ് ഉണ്ട്, ഓക്കെ സിഗ്നൽ ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്തൊക്കെ കയറിയിരിക്കുന്നത് ഏതാണ്ട് വലിയ കാര്യമാണോ? അങ്ങനല്ല. നിങ്ങൾ വേണ്ടാത്ത എല്ലാം. നല്ലൊരു കാര്യം എന്താ പറയുക, ഇന്നലെ നമ്മൾ എന്താ പറയാ, നീ നിന്റെ സെറ്റപ്പിനെ ഫ്ലെക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലുപരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സാബോട്ടേജ് ചെയ്തില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഒരിക്കലും നീ എന്തുകൊണ്ടാണ് അവൾ എടുത്തില്ല, അയ്യടാ കണ്ടില്ലയോ, അങ്ങനെ പറയത്തില്ല. കാര്യം ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് ഇവൻ എന്തോ ഒരു സംഭവം മാർക്കറ്റ് നോക്കുന്നുണ്ട്, അതിനുവേണ്ടി അവൻ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ എന്റെ സെറ്റപ്പ് ഞാൻ കണ്ടു, ഞാൻ എടുത്തു എന്നുള്ളതാണ് ആ ഒരു അങ്ങനെ. പക്ഷെ ഒരു ബിഗിനർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇവനും ബിഗിനർ ആയിരുന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന ട്രേഡ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇതെടുക്ക് ഞാൻ പറഞ്ഞേരെ, അല്ലെ അവൻ പറയാം വേണ്ട വെയിറ്റ് അപ്പൊ ഞാൻ അത് എടുക്കത്തില്ല, ആ വെയിറ്റ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുന്നതും ഒരേ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരും ഒരേ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരും ഒരുമിച്ച് ഗ്രോ ചെയ്യാന്നുള്ളൊരു സാധനം വേണം. അതെ, ഒന്നെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ സ്ക്രാച്ചിൽ നിന്ന് 0 2 ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഓഫ് ബിഗിനേഴ്സ് ഒരുമിച്ച് നിങ്ങൾ ഒറ്റ സാധനം തന്നെ ബിൽഡ് ചെയ്ത് മുമ്പോട്ട് വരണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ സെറ്റപ്പ്, ഞാനിപ്പോൾ എൻ്റെ മെൻറ്റർഷിപ്പിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന പോലെ എത്ര വർഷം എന്നെക്കാളും കൂടുതൽ 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരെ ഞാൻ മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് പറയുന്ന ഒറ്റ കാര്യം, നിങ്ങൾ ഇത്രയും നാളും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കളഞ്ഞ് സ്ക്രാച്ചിൽ നിന്ന് വരാൻ റെഡി ആണെങ്കിൽ മാത്രം വന്നാൽ മതി. എൻ്റെ മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ അതാണ്. കാര്യം എങ്കിലേ അത് ബെനിഫിറ്റ് ഉള്ളൂ. വാട്ട് യു തിങ്ക്? കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്നതൊന്നും കുറെ സാധനം കൂട്ടിക്കുഴച്ച് നമ്മള് എന്തോ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുമാതിരി അലമ്പായി പോകത്തുള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ മാർക്കറ്റിനെ കാണാൻ പറ്റൂ അങ്ങനെ കാണാൻ പറ്റും. നമ്മള് കുറെ സാധനം ബ്ലെൻഡ് ചെയ്തിട്ട് അവസാനം ഒരു അവയിൽ പരുവത്തിലായിട്ട് ഒന്നുമില്ലാത്ത സിമ്പിൾ ആയിട്ട് മാർക്കറ്റിനെ കാണാൻ പറ്റും. കുറെ വര വരയ്ക്കുന്നതിലോ കുറെ കളർഫുൾ ആക്കി ചാർട്ടിൽ ബോക്സ് വരയ്ക്കുന്നതിലൊന്നും അല്ല കാര്യം. എന്റെ ചാർട്ട് കാണാൻ അടിപൊളിയാണെന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. അതിലൊന്നും അല്ല. ഏറ്റവും മിനിമലായിട്ട് ഒരൊറ്റ സിംഗിൾ ലൈനിൽ നിങ്ങൾക്ക് ചാർട്ടിനെ റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഞാനൊരു റീൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല. ഞാനതിനകത്ത് പറയുന്നൊരു കാര്യം ഇതാണ്, അതായത് നിങ്ങൾ എത്രത്തോളം ചാർട്ടിലെ ഡ്രോയിങ്സ് കുറച്ച് വെക്കുന്നു അത്രത്തോളം നിങ്ങളുടെ മൈൻഡ് കുറേ ഫ്രീ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഈ ബിഗിനേഴ്സ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ഞങ്ങളെല്ലാം ഞാൻ ഇവനെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. അതായത് ചിലർ ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വാരിപ്പറക്കി ചാർട്ടിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്യും. RSI, MACD, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇത് ബൈ സൈഡിനെ സെൽ സൈഡിനെ ഇത് സപ്പോർട്ട് ചെയ്യും രണ്ടും. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബയാസ് ഇപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പെട്ടെന്ന് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളിപ്പം ബൈ സൈഡാണ് നോക്കുന്നത് എന്നുള്ള സാധനം വെച്ചെന്ന് വിചാരിച്ചു,
അപ്പോൾ നമ്മളിപ്പോൾ അന്നത്തെ ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം കാരണം നമുക്ക് ഫോമോയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെറിയൊരു ഫ്ലക്ച്വേഷനിൽ നമ്മൾ നോക്കുമ്പം എന്താ പറയുക, ചിലപ്പം ചെറിയൊരു ലോ ടൈം ഫ്രെയിമിൽ ഒരു ഇൻവേർഷൻ കണ്ട് അപ്പം മേ ബി ഇത് മാർക്കറ്റ് റിവേഴ്സലാണോ ഞാൻ ചിന്തിക്കുന്ന സാധനമാണോ നോക്കി അപ്പോൾ നമ്മൾ അതിൽ ഇൻഡിക്കേറ്ററൊക്കെ നോക്കി അപ്പോൾ ഒന്ന് താഴെ നോക്കുമ്പോൾ കുറേ ലിക്വിഡിറ്റി ഒക്കെ നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ മേ ബി അതായിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, നമ്മുടെ മോഡലിൽ നിന്ന് ബാക്കോട്ട് പോകുന്നുള്ള സാധനം നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മളന്നപ്പോൾ എന്താ പറയുക, താഴെ ലിക്വിഡിറ്റി ഓക്കെ മേ ബി അതായിരിക്കും എടുക്കുക, ഇതായിരിക്കില്ല. അപ്പം എന്തായി നമ്മൾ ആയിരിക്കില്ല എന്നുള്ള സാധനം വരുമ്പോൾ തന്നെ ഗാംബ്ലർ സാധനം ഓണായി. പിന്നെ നമ്മളത് എടുക്കുന്നു, പിന്നെ സൈക്കിൾ തുടങ്ങുന്നു. സെറ്റപ്പിന് വെളിയിൽ വാട്ട് ഇഫ് എന്നുള്ളൊരു തോട്ട് വന്നാൽ തന്നെ നിങ്ങൾ അവിടെ തൊട്ട് ഗാംബിൾ ചെയ്യും. പിന്നെ തിരിച്ച് ആ തോട്ടിൽ നിന്ന് തിരിച്ച് ആ ബ്രെയിനെ നമ്മുടെ പഴയ തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ ആണ്. സത്യം പറയാം, നിയർലി ഇമ്പോസിബിൾ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ എന്തിനു ചെയ്തു എന്ന് റിഗ്രറ്റ് ചെയ്യുന്നത്. ഞാനായാലും എല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്യുന്നതിന്റെ മേജർ ഒരു പോയിന്റ് അതാണ് ആക്ച്വലി. അല്ലാതെ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല, പറ്റും. പക്ഷെ ആ തുടക്കത്തിൽ ഇനിഷ്യലി ആ കിക്ക് വരത്തില്ലേ, അവിടെ തന്നെ നിങ്ങൾക്ക് പിടിക്കാൻ കിട്ടണം. ഇല്ലെങ്കിൽ പിന്നെ പറ്റത്തില്ല. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം. അതിന് എത്ര 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആണെങ്കിലും നിങ്ങൾക്ക് ആ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മെയിൻ ചെയ്യുന്ന ഇതാ, അതായത് നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് അതെ. എക്സ്പീരിയൻസ്ഡ് ട്രേഡർ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ സെറ്റ് ചെയ്യാം. നിങ്ങൾ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 3.5 വർഷം മുന്നേ ബിൽഡ് ചെയ്ത സെയിം സെറ്റപ്പ് തന്നെയാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോളിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ ചേഞ്ചസും കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസും പോളിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എന്നെ സെറ്റപ്പിലല്ല ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഞാനെന്ന് പറയുന്ന എൻ്റെ ഉള്ളിൽ സൈക്കോളജിയാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ദെൻ ഇപ്പം എക്സാമ്പിൾ പറയട്ടെ, ഇപ്പം നിന്നോട് ഞാൻ കാര്യം ചോദിക്കാം. ഇപ്പം നിനക്കായാലും എനിക്കായാലും ഒരു ലൈക്ക് ഒരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ട്, കറക്റ്റായിട്ട് രീതി മാർക്കറ്റിന് ക്ലിയർ ആയിട്ട് ടൈപ്പ് ട്രേഡ് ചെയ്യാൻ കഴിയും. നിനക്കിപ്പോൾ ഒരു ഒരു ഇത് ചോദിക്കുകയാണ്, ഒരു ഇതായിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പം നിനക്കൊരു സിഗ്നൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുക. ഓക്കെ, നിനക്ക് അതിനകത്ത് വരുന്ന ആൾക്കാർ പ്രോഫിറ്റബിൾ ആവും നിനക്ക് തോന്നുന്നുണ്ടോ? സിഗ്നൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്താലോ? സിഗ്നൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും ടേപ്പ് റീഡ് ചെയ്യുന്നതല്ല. യു ആർ ഗിവിംഗ് സിഗ്നൽ, അതായത് ബൈ ദ പ്രൈസ് ഓഫ് സ്റ്റോപ്പ് ലോസ്. അവരെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലൊക്കെ കുറെ കാര്യമുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന സാധനം ഞാൻ നിങ്ങൾക്ക് മോണിറ്റർ മിറർ ചെയ്ത് തന്നിട്ട് നിങ്ങൾ കാണിച്ചു തന്നാലും നിങ്ങൾക്ക് ആ സാധനം സെയിം സാധനം എടുക്കാൻ പറ്റണമെന്നില്ല. ഇപ്പൊ മാർക്കറ്റോടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ നാസ്ഡാക്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിലാണ് ഈ സാധനം പറക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ ചെയ്യുന്ന അതേപോലെ എക്സാക്ട്ലി കോപ്പി ചെയ്താൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് സക്സസ് ഉള്ള സാധനത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ. ബട്ട് എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ചൊരു മാർക്കറ്റിനെ കുറിച്ചൊരു അറിവ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്ന ICT കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അത് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മേ ബി യു ക്യാൻ മേക്ക്. അല്ല, ഒരിക്കലും ചിന്തിക്കുക സിഗ്നൽ ഗ്രൂപ്പ് അല്ല ഇവൻ പറയുന്നത് ടേപ്പ് റീഡ് ചെയ്യുന്നതിനെ പറ്റിയാണ്. സിഗ്നൽ ഗ്രൂപ്പ് വെച്ച് ഒരിക്കലും ഒരാൾക്ക് പോയിട്ട് ഞാൻ കുറേ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇവനായാലും. അതുകൊണ്ട് തന്നെ പറയുന്നത് ആക്ച്വലി സിഗ്നൽ ഗ്രൂപ്പ്സ് ഈസ് ലൈക്ക് ഒരിക്കലും നിങ്ങളെ സ്കില്ലിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ റോബോട്ട് ആയിരിക്കണം. അത് ശരിയാ, അങ്ങനെ ചെയ്യണം. അല്ല, നിങ്ങളൊരു ബോട്ട് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നൽ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും പറഞ്ഞതിന് ഞാനെങ്കിലും എൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് പലതവണ ഞാൻ ചുമ്മാ ഇപ്പോൾ AI കാലം എന്നൊക്കെയല്ലേ പറയുന്നത്, ഞാൻ ചാറ്റ് GPT ചോദിച്ചിട്ട് ട്രേഡ് എടുക്കാനായിട്ട് നോക്കി. ഞാൻ എൻ്റെ സെയിം സെറ്റപ്പ് വെച്ചിട്ട്. പക്ഷേ ആർഗ്യൂബിളി ഞാനാണ് കറക്റ്റ്. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. ഞാൻ പലതവണയും ആ സിറ്റുവേഷൻ സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് കൊടുക്കും, ചാറ്റ് GPT കൊടുക്കും. ഞാൻ അപ്പോൾ എൻ്റെ റിസൾട്ട് നോക്കത്തില്ല. എൻ്റെ റിസൾട്ട് നോക്കി അത് സെല്ലാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ എന്നെ ഞാനത് അവിടെ ഇട്ടേക്കും. എന്നിട്ട് ഞാൻ എൻ്റെതായിട്ട് രീതി എടുക്കും. ഞാൻ അത് TP ആണോ SL ആണോ നോക്കും. ഒരു 50% എബോ തവണയും അത് റോങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്, ഞാനാണ് റൈറ്റ് ആയിട്ടുള്ളത്. അപ്പം പലരും ഈ പറയുന്ന AI ആൽഗോരിതം ബേസ്ഡ് ട്രേഡ് ചെയ്യുന്നതിലൊക്കെ വെച്ച് എന്താ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ പറയാനുള്ളത്? എടാ, അതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി റോങ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുന്ന പോലെ അല്ല ആൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി. അതാ ഞാൻ ടെക്നിക്കൽ. അതായത് നമ്മൾ ചെയ്യുന്ന സെയിം സാധനം തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷേ ആൽഗോ ട്രേഡിംഗ് ഈസ് എ ഡിഫറെന്റ് തിങ് ആക്ച്വലി. അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ അല്ല അത്.
ഡിഫറെൻ്റാണ്. കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. സ്റ്റിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബിഗിനർ ഇതിൽ കയറി ചാടിക്കയറി ആൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ നോക്കിയിട്ട് സത്യം പറയാം, എൻ്റെ ഈ പെർസ്പെക്റ്റീവ്, എൻ്റെ ചിലപ്പോൾ എൻ്റെ ലിമിറ്റഡ് നോളജ് ആയിരിക്കും, എൻ്റെ ഈ പെർസ്പെക്റ്റീവ് അതൊക്കെ ഒരു കുറുക്കുവഴിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഞാൻ പറയുന്നത്. ചിലപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ ഞാൻ ആൽഗോ ട്രേഡ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുമായിരിക്കും. കുറുക്കുവഴി ആവാം. ആൻഡ് ഇപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ സ്റ്റേജിൽ എത്തിയെന്ന് വിചാരിക്കുന്നത്, അതായത് നമുക്ക് നമ്മുടെ സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാം, നമുക്ക് ഇത് ചെയ്യണം എന്നില്ലാത്തൊരു സാധനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമേറ്റ് ചെയ്യാം. നമുക്കത് ഓട്ടോമേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു അറിയാവുന്ന ഒരാളെ കൊണ്ട് അതൊരു നമുക്കൊന്നും അറിയത്തില്ല ആൽഗോ ഒക്കെ ഉണ്ടായിക്കോളൂന്ന് വിചാരിച്ചു അങ്ങനെ ചിന്തിക്കരുത്. എത്രയോ ആൾക്കാർ ഓരോ ടൂള് കാര്യങ്ങളൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. നിങ്ങൾ പോയി ബൈ ചെയ്യുക, 10,000 രൂപ പെർ മന്തിലേക്കൊക്കെ ബൈ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 24 hours സ്റ്റോൺ ആക്കിയിട്ട് അതൊക്കെ വെറുതെ കറണ്ട് ചാർജ് കൊടുത്ത് കളയാനുള്ളതേ ഉള്ളൂ പൈസ. അല്ലാതെ പൈസ ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ. നോളജ് വേണം. പക്ഷെ നിങ്ങൾ ഒരു ലെവലിൽ ചിന്തിക്കുക, മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഈ ടെക്നിക്കൽ മാത്രമല്ല, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം US ഗവൺമെന്റ് ഷട്ട് ഡൗൺ വരുമ്പോഴായാലും ഹോളിഡേയ്സ് വരുന്ന, ഇപ്പം മാർക്കറ്റിൽ നിങ്ങൾ ഫോറക്സ് ഫാക്ടറി എടുത്ത് നോക്കി കഴിഞ്ഞാൽ പല ന്യൂസും ടെൻറ്റേറ്റീവ് ആണ്, എപ്പോൾ വേണേലും മാറി തിരിഞ്ഞും വരാം. ഈ ആൽഗോ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡേറ്റ മാത്രമാണ്. പെട്ടെന്ന് വരുന്ന ഇപ്പോൾ പെട്ടെന്നൊരു വാർ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പം തന്നെ എല്ലാം മാറാന്നുള്ളതേ ഉള്ളൂ. ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡേറ്റാസും ഇൻവോൾവ് ചെയ്യും. നമുക്കിപ്പം പെട്ടെന്ന് അത് കൺസിഡർ ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ആൽഗോ ആണെങ്കിലും എന്ത് സാധനങ്ങളും നമ്മൾ കോഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് അത് മാറുന്നത്. അല്ല അത് തന്നെ ചിന്തിച്ച ഒരു സംഭവം മാറത്തില്ല. അതാണ് ഒരിക്കലും ഞാൻ പറയുന്നത്, ഒരിക്കലും AI അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻ്റലിജൻസ് ഒന്നും ആയിരിക്കലും ഒരു ഹ്യൂമൻ ട്രേഡറിനെ റീപ്ലേസ് ചെയ്യത്തില്ല. ബിക്കോസ് റാഷണൽ തിങ്കിങ് അല്ലെങ്കിൽ ഇമോഷണൽ ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു കഴിവ് ഉള്ളത് ഒരു മിഷൻ ഇന്നു വരെ ഉണ്ടാക്കിയിട്ടില്ല. അല്ല, നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പം ഹ്യൂമൻ അസിസ്റ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുന്ന ഇപ്പം ആൽഗോ എന്ന് വിചാരിക്കുക. അതായത് ഇപ്പം നമ്മളിപ്പം ചെയ്യുന്നതിന് വരെ നമ്മളെ കയ്യിൽ കുറേ ക്യാപിറ്റൽ ഉണ്ട്, നമുക്ക് ഒരു എന്താ പറയുക ഒരു 100,000 ഓർഡേഴ്സ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓർഡേഴ്സ് നമുക്ക് മാർക്കറ്റിലേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ ആൽഗോ അതിന് നമ്മളാണെങ്കിൽ ആൽഗോനെ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഹെൽപ്പായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്, അല്ല അതിനെ ഡിപ്പെൻഡ് ചെയ്യല്ല. കണ്ടിട്ട് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എൻട്രി എടുക്കാൻ വേണ്ടി കോൺ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ആൽഗോ ട്രേഡിങ് യൂസ് ചെയ്യാന്ന് പറയുന്നത് ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി ആക്ച്വലി. അത് ഡിഫറെൻ്റ് ആണ്, അത് ഹെൽപ്പല്ല, അതൊരു ഹെൽപ്പാണ് ആക്ച്വലി. നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് നമ്മുടെ സംഭവം കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം. അല്ലാതെ കംപ്ലീറ്റ്ലി ചിലർ ഓണാക്കി ഇട്ടിട്ട് പോകുന്ന പരിപാടി സെറ്റ് ആൻഡ് ഫോർഗോട്ട് എന്നൊരു സാധനം മേ ബി കുറേ നാളത്തേക്ക് വർക്ക് ആവുമായിരിക്കും. ബട്ട് സ്റ്റിൽ റണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ മേ ബി ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. പിന്നെ ട്രൈ ഔട്ട് ചെയ്യുക, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ, നല്ലതല്ലേ? ഈ പറയുന്ന തലവേനൊന്നും വേണ്ടല്ലോ, ചെയ്താൽ പോരെ. നമ്മളൊക്കെ മണ്ടന്മാരല്ലേ ഈ കുത്തിയിരിക്കുന്നതും ഈ ഇമോഷൻ കൂടെ കടന്നു പോകുന്നതും അക്കൗണ്ട് ബ്രീച്ച് ചെയ്യുന്നതും ബയോട്ട് എടുക്കുന്നതും ഇതെല്ലാം വെറും ഇതല്ലേ ആക്ച്വലി. സോ ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ് ഗുഡ് ഫോർ യു. ദെൻ എന്താണ് അടുത്ത എന്തൊക്കെയാ നമ്മൾ പറയണമെന്ന് വിചാരിച്ചില്ലയോ? പോയി. പക്ഷെ ചിലതൊക്കെ എന്തൊക്കെ പറയണമെന്ന് അതെല്ലാം മൈൻഡിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ വഴിയായി ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ ഇനി ഒരു അക്കൗണ്ടൊക്കെ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതെന്താണ് വഴി എന്താണെന്നുള്ള എല്ലാ അപ്ഡേഷൻ തരാം. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം റോ ആയിരിക്കും. ലൈക്ക് വി ഡോണ്ട് ഹൈഡ് എനിത്തിങ്, വി ഡോണ്ട് ഓവർ എക്സ്പോസ് എനിത്തിങ്. ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നതും കമ്മ്യൂണിറ്റിയിൽ ഇരുന്ന് ചെയ്യുന്നതും ഡിഫറൻസ്. ഇപ്പൊ ഇവൻ ഇത്രയും നാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്കെന്ന് പറയുമ്പോൾ അത് ഞാൻ ഇത്രയും നാളും ഞാൻ ട്രേഡ് എടുക്കുന്ന എല്ലാ ദിവസവും ലൈവായിട്ട് എനിക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലേക്ക് ലിങ്ക് ഇടും, ഗൂഗിൾ മീറ്റ് ലിങ്ക് ഇടും. അതിൽ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞാൻ ടേപ്പ് റീഡ് ചെയ്യും, അവരും ട്രേഡ് എടുക്കും. അങ്ങനത്തെ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് പക്ഷേ ഫിസിക്കലായിട്ട് ഓഫ്ലൈനായിട്ട് ഇങ്ങനെ ഇരുന്ന് ട്രേഡ് എടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം ഇതെങ്ങനെയാണ് നെക്സ്റ്റ് ട്യൂസ്ഡേ ഓൺവേഴ്സ് എങ്ങനെയാണ് ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നതെന്നാണ് സത്യം പറഞ്ഞാൽ. ഒരു നെക്സ്റ്റ് വീക്ക് NFT ഇല്ലേ? NFT അക്കൗണ്ട് എടുത്തിടാം. ലൈക്ക് വൺ ടൈം പർച്ചേസ് അപ്പം എടുത്തിടാം, നോക്കാം. സോ ദിസ് ഈസ് ഇറ്റ്, അത്രേ ഉള്ളൂ. എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വഴിയെ തരാം. താങ്ക് യു ഫോർ വാച്ചിങ്. എത്ര സമയമായി? 1 മണിക്കൂറായിരുന്നു. 1 മണിക്കൂറായി.